നമസ്കാരം. ഫ്രൈഡേ ഓപ്പൺ ഹൗസിലേക്ക് സ്വാഗതം. ഇത് ഫ്രൈഡേ ഓപ്പൺ ഹൗസിൻ്റെ 56ാമത്തെ ആഴ്ചയാണ്. ഇന്ന് ആദ്യമായിട്ട് ചേർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഫ്രൈഡേ ഓപ്പൺ ഹൗസ് എന്ന് അറിയാനായിട്ട് പറയാം. ഇത് നമ്മുടെ ഒരു ആഗോള മലയാളി കൂട്ടായ്മയാണ്. ഇപ്പോൾ കണ്ടില്ലേ, കാനഡ, അമേരിക്ക തൊട്ട് ഓസ്ട്രേലിയ വരെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചേരാറുണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. നമ്മളിങ്ങനെ ഈ പരിപാടിയിൽ മുഖ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള ചില മലയാളികൾ, പ്രശസ്തരായിട്ടുള്ള മലയാളികൾ, നമുക്ക് നേരിട്ട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നുന്ന, ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മലയാളികളെ അതിഥികളായിട്ട് വിളിക്കുക. നമ്മൾ അവരുടെ കഥ അവരിൽ നിന്ന് തന്നെ കേൾക്കും, അവരുടെ വരികളിൽ നിന്ന് തന്നെ നമ്മൾ അവരുടെ കഥ കേൾക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ഒരു അരമണിക്കൂർ അവരോട് നമ്മൾ സംസാരിക്കും, ചോദിക്കാനുള്ള കൂടുതലായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ തുടങ്ങിയതാണ്. ഡോക്ടർ ഷിറാസാണ് എൻ്റെ കോഹോസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയാണ്. ഒരു വർഷം കഴിയുന്നു. ഇത് നല്ലൊരു ക്ലബ്ബായി വളരുകയും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകുകയും ഇങ്ങനെ പരിചയപ്പെട്ടവർ തങ്ങളിലൊക്കെ വലിയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്തുകൊണ്ട് ഒരു ഓർഗാനിക് വളർച്ചയാണ് ഇതിനകത്ത് ഉണ്ടായത്. ഞങ്ങളങ്ങനെ ഒരു പരസ്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് ഇട്ട് ഒരു വലിയ സൗഹൃദ കൂട്ടായ്മയായിട്ട് ഇത് വളരുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി ഞാൻ ഫേസ്ബുക്കിലേക്ക് എഴുതിയിരുന്നു, അപൂർവ ബോസാണ്. നമ്മൾ സാധാരണ ഇതിനകത്ത് സിനിമയിൽ അഭിനയിച്ചവരെ കൊണ്ടുവന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞരെ കൊണ്ടുവന്നിട്ടുണ്ട്, നർത്തകിമാരെ അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട്, പാട്ടുകാർ വന്നിട്ടുണ്ട്, UN വർക്ക് ചെയ്യുന്ന മുരളിയപ്പോൾ ഉള്ളവരൊക്കെ നമ്മുടെ ആദ്യകാല അതിഥികളായിരുന്നു. മുരളി സ്ഥിരമായി കാണുന്ന ഒരാളുമാണ്, ഇന്നും ഇവിടെ ഉണ്ട് നമ്മളൊപ്പം. അപ്പോൾ നമ്മളിങ്ങനെ പലരെയും സാധാരണ പരിചയപ്പെടുന്ന ഒരാൾ UN ആൾ, അല്ലെങ്കിൽ ഒരു സിനിമ അഭിനയിക്കുന്ന ആൾ, അല്ലെങ്കിൽ നർത്തകി, ഇങ്ങനെ പല ഒറ്റ ലേബലാണ് പറയാറുള്ളത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നെങ്കിൽ ഒരു 4-in-1 ആളിനെയാണ്. അപ്പോൾ UN ജോലി ചെയ്യാണ് മുരളിയുടെ ടീമിൽ, പിന്നെ നർത്തകിയാണ്, ചലച്ചിത്ര താരമാണ്, അങ്ങനെ പലതുമാണ്. അപ്പോൾ അപൂർവമായിട്ടൊരു പേര് തന്നെയാണല്ലേ അപൂർവ ബോസ് എന്നൂടെ പറയുമ്പോൾ വളരെ അപൂർവമായിട്ടുള്ളൊരു പേരുമായി. അപ്പോൾ അപൂർവ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ ഉടക്കിയൊരു കാര്യം, അപൂർവ പല പ്രാവശ്യം കണ്ടിട്ടും അപൂർവ എന്നോട് ഒരു ചലച്ചിത്ര നടിയാണെന്ന് പറയുകയോ സൂചിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ കുറച്ചാൾ പുറത്തായിരുന്നുകൊണ്ടും നമ്മുടെ ഈ കുറച്ച് അധികം ചിത്രങ്ങൾ കണ്ടിട്ടൊരു കുട്ടിയെപ്പോലെ തോന്നി. അപ്പം നമ്മൾ വിചാരിച്ചു, അപ്പോൾ ആദ്യം മലയാളിയാണെന്ന് തന്നെ എനിക്കറിയില്ല. അത് പിന്നെ മലയാളം പറയുന്നത് കേട്ടപ്പോഴാണ് മലയാളിയെന്ന് ചോദിച്ചു. എന്നിട്ട് എൻ്റെ ഓഫീസിലെ ചിലരാണ് സാറിൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളിൽ ഒരാളായിട്ടുള്ള യുവതലമുറ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന അപൂർവ ബോസാണെന്ന് പറയുമ്പോഴാണ്, ഞങ്ങൾ നൈജീരിയയിൽ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അപൂർവ സിനിമയിലേക്ക് വരുന്ന അപൂർവയാണല്ലേ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ അത്രയും ഹമ്പിളാണ്, അത്ര അൺഅസ്യൂമിങ് ആണ്, എന്നാൽ വളരെയധികം സമർത്ഥമാണ്, മിടുക്കിയാണ്. ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്, ലോയൊക്കെ കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഞാൻ ഫേസ്ബുക്കിൽ പലതും എഴുതിയിരുന്നു. ഇനി നമുക്ക് അപൂർവയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നമുക്ക് വളരെ സന്തോഷത്തോടെയാണ് ഞാനും ഷിറാസും അപൂർവയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഷിറാസ്, എന്തെങ്കിലും പറയാനുണ്ടോ അപൂർവ തുടങ്ങുന്നതിന് മുമ്പ്? ഇതിലും ശരിക്കും ഒരു ചലച്ചിത്ര നടിയായ അപൂർവയാണ് നമുക്കറിയാവുന്നത്. അതിൽ നിന്ന് UN ഓഫീസറായ അപൂർവയിലേക്കുള്ള ആ ഒരു യാത്രയുണ്ടല്ലോ, അതാണ് നമുക്കറിയേണ്ടത്. അതിനായിട്ട് കാതോർത്തിരിക്കുന്നു. താങ്ക് യു ഷിറാസ്. അപ്പോൾ അപൂർവ, മൈക്ക് അപൂർവയ്ക്കാണ്. യു ക്യാൻ സ്റ്റാർട്ട്. താങ്ക് യു സർ. താങ്ക് യു ഷിറാസ് സർ. ആക്ച്വലി കുറച്ച് അധികം കൂടുതൽ കോംപ്ലിമെന്റ്സ് സർ എനിക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നു. സോ താങ്ക് യു സോ മച്ച് എന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിൽ. നമ്മൾ ആക്ച്വലി നൈജീരിയയിൽ മീറ്റ് ചെയ്ത സമയത്താണ് സാറിൻ്റെ അടുത്ത് പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, നമുക്കൊരു പ്രാവശ്യം ഇങ്ങനെ സംസാരിക്കണം, ഈ ഒരു ചാറ്റ് ഷോയിൽ വരണം എന്നൊക്കെ. അപ്പം അന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് നടന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ ഇവിടെ ജോയിൻ ചെയ്ത കുറെ പേര് എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്, പ്രൊഫഷണലി അറിയുന്ന ആൾക്കാരാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് ഇന്ന്. ഞാൻ ആക്ച്വലി സാറ് പറഞ്ഞത് ഒരു പോസിറ്റീവ് ടോണിലാണ്, ഞാൻ ഡാൻസ് ചെയ്യും, മ്യൂസിക് ചെയ്യും എന്നൊക്കെ. അതിന് താങ്ക് യു. പക്ഷെ ഞാൻ ആക്ച്വലി ഫോർ ദ ലോങ്സ്റ്റ് ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നുള്ളൊരു ആൻഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കുറെ നാളത്തേക്ക് ആലോചിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അക്കാഡമിക്കലി എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു കാര്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ
ഞാനൊരു 3 വയസ്സ് മുതൽ അമ്മ എനിക്ക് എന്നെ ഡാൻസിനും പാട്ടിനും എല്ലാം വിട്ടിട്ട് അങ്ങനെ ഒരു ഹൗസ് ഹോൾഡിലാണ് ഞാൻ വളർന്നത്. വേറെ അമ്മ എൻ്റെ അടുത്ത് കുഞ്ഞിലെ മുതൽ പറയുകയുണ്ടായി, പഠിത്തത്തിനോടൊപ്പം തന്നെ നമ്മൾ ഡാൻസും പാട്ടും ഇതെല്ലാം നിലനിർത്തേണ്ടത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പം ഞാൻ കുഞ്ഞിലെ മുതൽ ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആയിട്ട് തന്നെയാണ് വളർന്നത്. പിന്നെ ഞാൻ മൂവീസിലേക്ക് വരുന്നത് ആക്ച്വലി ഞാൻ 10th സ്റ്റാൻഡേർഡിൽ 16 ഇയേഴ്സിലാണ് ഞാൻ ആദ്യത്തെ മൂവി ചെയ്യുന്നത്. അത് ഞാൻ ഓഡിഷൻ വഴിയാണ് ഞാൻ എന്റെ ആദ്യത്തെ മൂവി, മലർവാടി ആർട്സ് ക്ലബ് എന്നാണ് ആദ്യത്തെ മൂവിയുടെ പേര്. വിനീത് ശ്രീനിവാസിന്റെ മൂവി ആയിരുന്നു, ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് മൂവീസിലേക്ക് വരുന്നത്, മൂവീസിനെ കുറിച്ച് എനിക്ക് ഒരു വിവരമോ ഒന്നും അറിയാത്ത ഒരു എന്താ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പം ആ സമയത്ത് 10th ക്ലാസ്സിലെ എക്സാംസിന് കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ട് ഒരു ഫൺ കാര്യമായിട്ടായിരുന്നു എന്റെ മനസ്സിൽ ആ സമയത്ത് മൂവീസ് ഒരു സീരിയസ്നെസ്, അതിന്റെ ഒരു എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. So that was how I did my first movie. ആ സമയം 10th സ്റ്റാൻഡേർഡിൽ ഞാൻ മൂവി ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമാണ്, 10ൽ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് എക്സാംസ് ആണ്. 10ൽ നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രൊഫഷണലി ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. അപ്പം എന്റെ ടീച്ചേഴ്സ് എല്ലാവരും എന്നെ അഡ്വൈസ് ചെയ്ത 10ൽ നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ അതിനെ നേരെ മറിച്ച് ആയിരുന്നു എന്റെ 10th സ്റ്റാൻഡേർഡ്. ഞാൻ ഏറ്റവും കൂടുതൽ ഡാൻസ് പ്രോഗ്രാംസും മൂവി എല്ലാം ചെയ്തത് 10th സ്റ്റാൻഡേർഡിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 11th പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടി കരിയർ ചോയ്സ് എന്ത് വേണമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിലുണ്ടായി. അപ്പം ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ലോ എടുക്കാൻ കാരണം ഞാൻ മാത്സിൽ ഭയങ്കര പുവർ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് 5-3 അങ്ങനെ സിമ്പിൾ കാര്യങ്ങളല്ലാതെ എനിക്ക് വലുതായിട്ട് മാത്സ് ഭയങ്കര പുവർ ആയിരുന്നു, സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ലോ അപ്പൊ അതിന് മാത്സ് ആവശ്യമില്ല. പിന്നെ എൻ്റെ അച്ഛൻ ലോയർ ആണ്. അപ്പം പ്രൊഫഷണലി കണ്ട് വളർന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ലോ അങ്ങനെ ഫീൽഡില് ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയായിരുന്നു. അപ്പം 11th 12th ഞാൻ കുറെ അധികം മൂവീസ് ചെയ്തു, ഒരു 3-4 മൂവീസ് ചെയ്തു. 12th സമയത്തും ബോർഡ് എക്സാമിന്റെ സമയത്തായിരുന്നു ഞാൻ എന്റെ 4ാമത്തെ മൂവി ചെയ്ത സമയം, 12th സ്റ്റാൻഡേർഡ് ബോർഡ്സ്, പത്മശ്രീ സരോജ് കുമാർ എന്ന് പറഞ്ഞൊരു മൂവി അപ്പോഴാണ് ചെയ്തത്. അപ്പോഴും ഓഫ് കോഴ്സ് അക്കാഡമിക്സ് ഫോക്കസ് ചെയ്യണം, നമ്മൾ കോ കരിക്കുലർ 12th സ്റ്റാൻഡേർഡിൽ വിടണം എന്നൊക്കെ പറഞ്ഞ് കുറെ അഡ്വൈസസ് അപ്പോഴും ഞാൻ കേട്ട കാര്യമാണ്. പക്ഷെ ഓഫ് കോഴ്സ് എന്റെ ഫാമിലി വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അവർ തന്നെയാണ് എന്നെ അഡ്വൈസ് ചെയ്തതും. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഞാൻ നുവാൽസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ ജോയിൻ ചെയ്തു. അപ്പം 5 വർഷം ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. ഈ 5 വർഷത്തില് ഫോർ മീ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അപ്പം ഈ ലോ എന്ന് പറയുന്ന ഒരു ഫീൽഡില് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പൊ നമുക്ക് ലിറ്റിഗേഷൻ ചെയ്യാം, നമുക്ക് കോർപ്പറേറ്റ് സെക്ടറിൽ പോവാം, നമുക്കിപ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പം ഐ തിങ്ക് നമ്മൾ എപ്പോഴും വി ഓൾവേസ് ഫൊഗെറ്റ് ദാറ്റ് ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുമ്പം അതിന് കുറെ സബ്സിഡറീസ് ഉള്ള കാര്യം വി ഓൾവേസ് ഫൊഗെറ്റ്. എനിക്ക് ഫോർ മീ വാട്ട് ഹാസ് ഓൾവേസ് വർക്ക്ഡ് ഇസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്സിൽ പുവർ ആയതുകൊണ്ട് ഞാൻ നേരെ ലോ എടുത്തു. അപ്പം ഞാൻ 5 വർഷം ഒരു പ്രോസസ് ഓഫ് എലിമിനേഷന് കൂടിയാണ് എനിക്ക് ഇന്റർനാഷണൽ ലോ, ഹ്യൂമൻ റൈറ്റ്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് എനിക്ക് വന്നത് അങ്ങനെയാണ്. അപ്പൊ ഈ 5 വർഷത്തില് ഐ വാസ് ഓൾവേസ് വൺ ഓഫ് ദോസ് സ്റ്റുഡൻസ്, എപ്പോ നോക്കിയാലും ഇന്റേൺഷിപ്പ് ആയിരുന്നു. അപ്പം ആദ്യം ഓഫ് കോഴ്സ് ഇന്റേൺഷിപ്പിന്റെ ആ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തു തുടങ്ങിയത്. പിന്നെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എനിക്ക് ഫോർ മീ ആസ് എൻ ഇൻഡിവിജ്വൽ വാട്ട് ഹാസ് ഓൾവേസ് വർക്ക്ഡ് മോർ ദാൻ ഒരു ക്ലാസ് റൂം എഡ്യൂക്കേഷൻ അറ്റ്മോസ്ഫിയറിനെ കാട്ടിയും എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടത് ഇന്റേൺഷിപ്സും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലും കൂടിയാണ്. അപ്പം ഞാൻ ആദ്യത്തെ വർഷം കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തു, പിന്നെ ലിറ്റിഗേഷൻ കുറെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി.
കുടുംബശ്രീയിൽ വർക്ക് ചെയ്തു, ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു അങ്ങനെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മേക്ക് എ ഡിഫറൻസ് ഇങ്ങനെ കുറേയുള്ള എന്താ നോൺ ഗവൺമെന്റിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് I found that my passion truly lies in the field of human rights, environmental law and policy, പിന്നെ humanitarian law. ഇങ്ങനെയുള്ള ഫീൽഡിലാണ് എനിക്ക് കൂടുതലും ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പം 5 വർഷം കഴിഞ്ഞിട്ട് 5ാമത്തെ വർഷമായപ്പം ഓഫ് കോഴ്സ് ദ ക്വസ്റ്റ്യൻ വാസ് വാട്ട് നെക്സ്റ്റ്. നമുക്ക് എന്താ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ നമ്മുടെ ലൈഫിന്. എപ്പോഴും നമ്മൾ എന്താ സ്കൂൾ കഴിഞ്ഞ ഉടനെ നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാസ്റ്റേഴ്സ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു സെറ്റ് ടൈം പീരീഡ് നമ്മൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോർ മീ എനിക്ക് ആക്ച്വലി 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് what I wanted to do was take up gap year. ഇപ്പൊ ഈ ഗ്യാപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇന്ത്യയിൽ ഇപ്പോഴും വളരെയധികം എന്താ ഇറ്റ്സ് നോട്ട് സീൻ as something which is natural. അപ്പം ഓഫ് കോഴ്സ് ആ സമയത്തും one of the advices that I heard was ഗ്യാപ്പ് ഇയർ എടുക്കണോ, നമ്മുടെ CV-യിൽ അത് നന്നായിട്ട് കാണുമോ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് അപ്പോഴും കിട്ടിയിരുന്നു. പക്ഷെ ഓഫ് കോഴ്സ് പേഴ്സണലി എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കരിയർ ഗ്രോത്തിന് എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് എൻ്റെ ഗ്യാപ്പ് ഇയർ തന്നെയാണ്. ബിക്കോസ് ഞാൻ ഗ്യാപ്പ് ഇയറിന്റെ സമയത്താണ് ഞാൻ ഒരു 6 month ഇന്റേൺഷിപ്പ് യുണൈറ്റഡ് നേഷൻസ് ഡൽഹിയിൽ ചെയ്തു. അത് ഞാൻ ഗ്യാപ്പ് ഇയർ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്റേൺഷിപ്പിന് കയറിയത് യുണൈറ്റഡ് നേഷൻസ് ഡൽഹിയിൽ. ഞാൻ UNDPയും യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലും യുണൈറ്റഡ് നേഷൻസ് ഇൻഫർമേഷൻ സെന്റർ ഇങ്ങനെ 2 ഓർഗനൈസേഷൻസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഡൽഹിയിലായിരുന്നു. അപ്പം ഫോർ മീ ഐ തിങ്ക് പ്രൊഫഷണലി എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയത് ആ ഒരു 6 മാസത്തിലാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ UN എന്ന് പറയുന്നത് തന്നെ ദ കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ഇൻവോൾവ്സ് എനിക്ക് കുറച്ചും കൂടി ഡീപ്ലി എനിക്ക് മനസ്സിലായത് ഇന്റേൺഷിപ്പിന്റെ സമയത്താണ്. പിന്നെ മോർ ദാൻ ദാറ്റ് എനിക്ക് വാട്ട് ഹാസ് ബീൻ റിയലി ഹെൽപ്ഫുൾ ഇസ് ടു നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ. നമുക്ക് പ്രൊഫഷണൽ ഗ്രോത്തിനും നമുക്ക് നമ്മുടെ വർക്കിനെ കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ്. അത് ഞാൻ എൻ്റെ 3-4 ഇയേഴ്സിലെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തിൽ എനിക്ക് മനസ്സിലായത് നെറ്റ്വർക്കിംഗ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫീൽഡ് ദാറ്റ് ഐ ആം ഇൻ. അപ്പൊ ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ജനീവയിൽ തന്നെയാണ്, സ്വിറ്റ്സർലൻഡിൽ ചെയ്തത്. അപ്പം ജനീവ ഞാൻ ചൂസ് ചെയ്യാൻ മെയിൻ കാരണം ഇസ് ബിക്കോസ് ഇവിടെയാണ് കുറെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇവിടെയാണ്. പിന്നെ ഇറ്റ്സ് നോൺ ആസ് ദ ഹബ് ഓഫ് ഡിപ്ലോമസി, പിന്നെ മൾട്ടി കൾച്ചറൽ ആണ്. അപ്പം കുറെ റീസൺസ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ മെയിൻലി ബിക്കോസ് UN ഇങ്ങനൊരു എന്താ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് ചെയ്യുക എന്നുള്ള മെയിൻ റീസൺ കാരണമാണ് ഞാൻ ജനീവ ചൂസ് ചെയ്തത്. അപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് with a minor in humanitarian law and environmental law. ഇതാണ് ഞാൻ ഇവിടെ ചെയ്തത്. അപ്പം ഈ 2 വർഷം ഞാൻ ജനീവയില് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഒരു സെമസ്റ്റർ കഴിയുന്ന വരെ ഞാൻ ഉറപ്പായിരുന്നു ഞാൻ ഫെയിൽ ചെയ്യുന്നുള്ളത്. ബിക്കോസ് നമ്മുടെ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഞാൻ അണ്ടർഗ്രാഡ് പഠിച്ച സമയത്ത് നമ്മൾ മഗപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 100% എന്തായാലും ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ലീഗൽ ഫീൽഡിൽ നമ്മൾ ലോ അല്ലെങ്കിൽ ബൈലോസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എല്ലാം ബൈഹാർട്ട് ചെയ്ത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു നല്ലൊരു പെർസെന്റേജ് എന്തായാലും കിട്ടും. പക്ഷെ ദ മൂമെന്റ് ഐ അറൈവ്ഡ് ജനീവയിൽ, ഞാൻ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയ സമയത്ത് ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതലായിട്ട് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. സോ ഫോർ മീ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ഷോക്ക്. പക്ഷെ ഈ 2 വർഷം പഠിത്തത്തിന്റെ ഇടയിലാണ് എനിക്ക് കുറച്ചും കൂടിയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സ്പേസ് കിട്ടിയത്. നമ്മള് ഓക്കെ, ഈ ഒരു ലോ ഇങ്ങനെയാണ്, പക്ഷെ ഇതിന്റെ പുറകിൽ എന്താണ് ഇതിന്റെ റാഷണാല്, അല്ലെങ്കിൽ യു ഗെറ്റ് ടു ക്വസ്റ്റ്യൻ എവ്രി സിംഗിൾ തിങ് ആൻഡ് റൈറ്റ് എ ലോട്ട് ഓഫ് പേപ്പേഴ്സ്. അപ്പം നമ്മൾ ഈ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്തു, എൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ് കുറെ ഇംപ്രൂവ് ചെയ്തു. അപ്പം ഫോർ മീ ഐ തിങ്ക് എൻ്റെ ഒരു കരിയർ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ദാറ്റ് ഐ ഹവ് മെയ്ഡ് ഇവിടെ വരാനാണ്. ഇതിന്റെ ഇടയിൽ ഐ ഓഫ് കോഴ്സ് വെന്റ് ബാക്ക്. ഇപ്പൊ ഞാൻ ഒരു 6 മാസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ
ഇന്ത്യയിൽ തിരിച്ചു വരികയുണ്ടായി. ആ സമയത്ത് ഞാൻ എനിക്ക് പോളിസി അല്ലെങ്കിൽ ഇന്ത്യൻ പോളിസി അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈബി ഈഡന്റെ കൂടെ ലെജിസ്ലേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പം ഈ സമയത്താണ് എനിക്ക് കുറേം കൂടിയും ഇന്ത്യൻ പോളിസി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബിൽ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, അത് മാത്രമല്ല ഒരു പാർലമെന്റ് സെഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ളത് വർക്ക് that it entails. ഇതെല്ലാം മനസ്സിലാകേണ്ട. I think for me, again, this also helped me understand a lot of things. And writing or improve ചെയ്യാൻ പറ്റി. കുറെ transferable skills communication ആയാലും എന്താ പോളിസി റൈറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ബേസിക് റൈറ്റിംഗ് സ്കിൽസ് ആയാലും ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു 6 മാസം ഹൈബി ഈഡന്റെ കൂടെ വർക്ക് ചെയ്തപ്പം ഒരു എന്താ ഒരു ഇംപ്രൂവ്മെന്റ് there was definitely I could definitely see in my career. അപ്പം of course തിരിച്ച് എൻ്റെ 2 years കഴിഞ്ഞിട്ട് that's when I started looking out for more opportunities in this field. അപ്പം ഈ സമയത്ത് ഇപ്പം ഹൈബിയുടെ കൂടെ വർക്ക് ചെയ്ത സമയത്തും എനിക്ക് I started realizing that എനിക്ക് കുറേ കൂടി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ law of course was extremely important എൻ്റെ ഇൻട്രസ്റ്റ് വൈസും അതർവൈസ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻസ് ഫീൽഡും പോളിസി ഫീൽഡും എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പം of course there was a lot of fear ആ സമയത്ത്, ബിക്കോസ് ഇച്ചിരി ഒരു കരിയർ സ്വിച്ച് ആണ് നടത്തുന്നത് ഞാൻ. അപ്പം നമ്മൾ പഠിച്ച കാര്യം അല്ലാതെ നമ്മൾ ചെയ്യുമ്പം എങ്ങനെയായിരിക്കും ജോബ്സ് കിട്ടുമോ ഈ ഫീൽഡിൽ. പക്ഷെ നമ്മള് ആ സമയത്താണ് I spoke to a lot of people, ഇങ്ങനെ ഒരു സ്മോൾ കരിയർ സ്വിച്ച് നടത്തിയ കുറെ ആൾക്കാരായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ആൻഡ് ദെൻ ഐ റിയലൈസ് നമ്മൾ CV അല്ലെങ്കിൽ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ യു ക്യാൻ ആക്ച്വലി ഹൈലൈറ്റ്. ഇപ്പൊ ഞാൻ ലോ പഠിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുമ്പം how can I actually benefit the organization, അല്ലെങ്കിൽ ഞാൻ what do I bring to the table. ഇതെല്ലാം എനിക്ക് കുറെ കൂടിയും എന്താ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു ഒരു സ്പേസ് ആണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെന്റ് പ്രോഗ്രാമിൽ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് എ കമ്മ്യൂണിക്കേഷൻസ് എക്സ്പെർട്ട്. അപ്പം ഞാൻ ആക്ച്വലി 2 പ്രോജക്റ്റിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് യുനെപ്പിൽ. ഞാൻ മുരളി സാറാണ് എൻ്റെ സൂപ്പർവൈസർ. അപ്പം ടു ബി വർക്കിംഗ് അണ്ടർ സച്ച് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ, ഇപ്പം സർ ആയാലും അല്ലെങ്കിൽ ബാക്കി എൻ്റെ യുനെപ് ടീമിലുള്ള ബാക്കിയുള്ള എക്സ്പെർട്സ്. ഇപ്പം ഐ എം ഓൾസോ വർക്കിംഗ് വിത്ത് ലാൽ സർ ഒരു പ്രോജക്റ്റില്, നൈജീരിയ ബേസ്ഡ് ഒരു ഓയിൽ സ്പിൽ ക്ലീൻ അപ്പ് പ്രോജക്റ്റ് ഐ എം ഇൻവോൾവ് ആസ് എ കമ്മ്യൂണിക്കേഷൻസ് എക്സ്പെർട്ട്. അതല്ലാതെ ഇപ്പം ഞാൻ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ്, ഇക്കോസിസ്റ്റംസ്, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ഇങ്ങനെയുള്ള കുറെ പ്രോജക്ട്സിൽ ഇൻവോൾവ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ലീഗൽ ബാക്ക്ഗ്രൗണ്ടും എത്രത്തോളം യൂസ്ഫുൾ ആണ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ ആയാലും എനിക്ക് നമ്മൾ പോളിസിയിലാണെങ്കിലും എത്ര യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ what do I bring to the table, അല്ലെങ്കിൽ how can my thinking be different, even as a communications officer with my legal background. അങ്ങനെ ഒരു ആംഗിൾ എനിക്ക് കൂടുതൽ മനസ്സിലായത് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. പിന്നെ ഓഫ് കോഴ്സ് UN ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കൺസൾട്ടന്റ് ആയിട്ടാണ്. So of course working on the field as a consultant. ഇപ്പൊ നൈജീരിയയിൽ കഴിഞ്ഞ വർഷം പോവാൻ പറ്റി. അപ്പം എൻ്റെ ആദ്യത്തെ ഫീൽഡ് എക്സ്പീരിയൻസ് നൈജീരിയ പോർട്ട് ഹാർക്കോട്ട് എന്ന് പറഞ്ഞൊരു റീജിയനിലായിരുന്നു, സൗത്ത് ഓഫ് നൈജീരിയ. അപ്പം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് നമ്മൾ ഫീൽഡിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡിൽ ഒരു കുറേ കൂടി നമുക്ക് കോണ്ടെക്സ്റ്റ് കിട്ടും, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡ്, യു ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി വാട്ട് യു വർക്കിംഗ് വിത്ത്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു എന്താ ഞാൻ ഇപ്പം 8 മാസമായിട്ടുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. So there's a lot more for me to do and lot more for me to study from such experienced people like Lal sir and Murli sir. So അപ്പം ഇതുവരെ this has been my journey, and this has been a lot of things that I have learned along the way. Thank you. കൃത്യം ഒരു 17-18 മിനിറ്റ്സ് നിർത്തിയിരിക്കുക. താങ്ക് യു. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. നല്ല ഷിറാസ് എന്തെങ്കിലും തുടങ്ങുന്നു? വളരെ വളരെ ക്രിസ്പായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും ഒരു മുഴുവൻ പറഞ്ഞു തീർത്തു, വളരെ നന്നായിട്ടും. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ എന്താണ് ഡ്രീം, എന്താണ് ശരിക്കും? ഇപ്പം ഒരുപാട് മാറിയല്ലോ, തുടങ്ങിയിടത്തുനിന്നൊക്കെ ഒരുപാട് മാറി, ഇതൊക്കെ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്ക് അവിടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എന്താണ് ഡ്രീം കാണുന്നത്? ആക്ച്വലി I mean, though technically in paper ഞാൻ എൻ്റെ കരിയർ ട്രജക്ടറി നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് കുറച്ച് മാറിയിട്ടുണ്ട്. പക്ഷെ വർക്ക് വൈസ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്
കുറേം കൂടി എനിക്ക് എന്താ ഇപ്പം ലോ ഫീൽഡ് ആയാലും കമ്മ്യൂണിക്കേഷൻസ് ഞാൻ കുറെ ഇന്റേൺഷിപ്സ് ചെയ്ത സമയത്ത് ഞാൻ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വോക്കസി റിലേറ്റഡ് ഇന്റേൺഷിപ്സ് ആണ് ചെയ്തത്. അപ്പം നമുക്ക് ആക്ച്വലി നോക്കുകയാണെങ്കിൽ എല്ലാം യൂസ്ഫുൾ ആയിട്ട് ഇപ്പോഴും എല്ലാം കൂടി ഒരുമിച്ചായിട്ടുള്ള ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സ്പേസ്. പക്ഷെ നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇപ്പം എന്റെ ഫ്യൂച്ചർ കരിയർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു 10-year പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ കുറേ കൂടി എനിക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. എനിക്ക് കുറേ കൂടിയും കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ റിസ്ക് കമ്മ്യൂണിക്കേഷൻസിൽ കുറേ കൂടിയും എനിക്ക് ഡീപ്പർ ആയിട്ട് എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ട്. അപ്പം അതിൽ മേ ബി ഡൂയിങ് അനദർ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറേ കൂടി അതിന്റെ വർക്ക് എക്സ്പീരിയൻസ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻസ് ഇൻ എന്താ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഫീൽഡിൽ ഞാൻ കുറേ കൂടിയും ഡീപ്പർ ആയിട്ട് എനിക്ക് പഠിക്കണമെന്നുണ്ട്, വർക്ക് ചെയ്യണമെന്നുണ്ട് കുറേ കൂടി കോൺഫ്ലിക്ട് റീജിയൻസ്. അപ്പം ദാറ്റ്സ് മൈ ഡ്രീം സോ ഫാർ. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, എൻ്റെ ഒരു പാസ്റ്റ് ട്രജക്ടറി അല്ലെങ്കിൽ എൻ്റെ ഒരു പാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത കാര്യത്തിലൊന്നും വലുതായിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പം ഐ നെവർ നോ, മേ ബി ഇതെല്ലാം മാറി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. പക്ഷെ സോ ഫാർ ദിസ് ഇസ് വാട്ട് ഐ ഹോപ്പ് ടു ഡു. താങ്ക് യു. ഇനിയും താല്പര്യമുണ്ട്? ഇപ്പം തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് എന്താ ഞാനിവിടെ ജനീവയിലായതുകൊണ്ട്. പക്ഷെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ഇതുവരെ നോന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും നല്ല എന്താ if all stars align, എന്തെങ്കിലും ചെയ്യാൻ പറ്റും, of course I'll definitely do another movie. Okay, thank you. മുരളി ഉള്ളതുകൊണ്ട് മുരളി തിരക്കായിരിക്കും. മുരളി ഉണ്ടെങ്കിൽ ഇപ്പൊ മുരളി അങ്ങ് സംസാരിക്കാൻ അനുവദിച്ചാൽ ചിലപ്പോൾ മുരളി ഫ്രീ ആയിക്കോളൂ അത് കഴിയുമ്പോൾ. മുരളി ചിലപ്പോ വർക്കിന്റെ ഇടയിലായിരിക്കും. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ചോദിച്ചു തുടങ്ങാം. ഒരുപാട് പേരുണ്ടെന്ന് ഇപ്പൊ തന്നെ ഇടയ്ക്ക് 90 അടുപ്പിച്ചൊക്കെ ഒരു ലൈവിലുണ്ടായിരുന്നു. മുരളി പറഞ്ഞു. ധാരാളം ആളുകള് ഇവിടെയും ഫേസ്ബുക്കിലുണ്ട്. എനിക്ക് അപൂർവയോട് എപ്പോഴും സംസാരിക്കാൻ അവസരം കിട്ടുന്നതാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല, മറ്റുള്ള ആളുകൾ ചോദിക്കട്ടെ. ഞാനിവിടെ തന്നെ ഉണ്ട്. അപൂർവയുടെ ഈ കരിയറിലേക്ക് അപൂർവ ഇപ്പോൾ ഉള്ള എനിക്കറിയാം മുരളിയൊക്കെ ഒരുപാട് അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഒരുപാട് യുവാക്കളെയൊക്കെ. അപ്പം ഇതുപോലത്തെ ഈ ധൈര്യം കാണിക്കുന്നതൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങളും മുരളി ഒന്ന് പറയേണ്ടി വരും ഇടയ്ക്ക് എപ്പോഴെങ്കിലും മുരളി ഫ്രീ ആയിട്ടുള്ള. തീർച്ചയായിട്ടും ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ വരാം. വേറെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ? പ്ലീസ് ആശ. Apoorva, it's always nice to see you and listen to you. എപ്പോഴും വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, അപൂർവയ്ക്ക് ലോയർ ആകണം എന്നുള്ളത് വളരെ ഒരു പ്രൈമറി അംബിഷൻ തന്നെയായിരുന്നു. ബിക്കോസ് യു സ്വിച്ച് ടു കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് ഈ ലോയർ എന്നുള്ള രീതിയിലുള്ള സ്കിൽസ് കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റിയത്? Are you really happy, or do you plan to do something more about it in terms of bringing both these skills together? Because you are really excellent as a communicator. I love listening to you all the time. Thank you, Rechi. No, so ഞാൻ ആക്ച്വലി ഇപ്പം ലോ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമുക്ക് എത്ര നന്നായിട്ട് റൈറ്റിംഗ് സ്കിൽസ്, അല്ലെങ്കിൽ ഇതൊക്കെ ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആണ്. നമുക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ആണ്. പിന്നെ ഞാൻ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇസ് ദാറ്റ് ഇപ്പം UN ഞാനിപ്പം ഒരു പ്രോജക്ട് that I'm doing, നൈജീരിയ പ്രോജക്റ്റില് I saw the space that അവിടെ ഒരു ലീഗൽ ടീം ഓൾറെഡി ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ടീം ഉണ്ട് അവിടെ. ഞാൻ ആദ്യം കമ്മ്യൂണിക്കേഷൻസ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തെങ്കിലും ആ പ്രോജക്റ്റില് I took the initiative to reach out and tell them that ഞാൻ law ചെയ്ത ആളും കൂടിയാണ്. I can also help out by the legal team. So now I'm also working with the legal team. Though my title is that of a communications officer, I'm also working with the legal team. അപ്പം കുറച്ച് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ you can actually do everything that you want to do. ഇങ്ങനെ UN ഒരു rigid organization ആണെങ്കിലും I think you can still find your way around the organization. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അതായിരുന്നു. ആശ കണ്ടുകൊണ്ട് പറയാണ്, ആശ ഒരു കൊല്ലംകാരി, ജനീവയിൽ ജീവിക്കുന്ന കൊല്ലംകാരിയാണ്. ആശയെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പൊ വേണ്ട. ആശയൊക്കെ ശരിക്കും നമ്മൾ എല്ലാവരും പരിചയപ്പെടേണ്ട ആളാണ്, അത്രയും അറിയപ്പെടേണ്ട ആളാണ്.
അറിയപ്പെടുന്ന ആളാണ്, പക്ഷെ നമ്മുടെ സർക്കിളിലൊക്കെ അറിയേണ്ടതാണ്. ഒരു ഹാൻഡ് റേസ്ഡ് ആണ്. രാഖി. രാഖി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേരളത്തിലാണ്, കണ്ണൂരുകാരിയാണ്. അപൂർവയുടെ വേറൊരു മുഖമാണ് ഞങ്ങളിപ്പോ കാണുന്നത്. ഞങ്ങൾ കണ്ട കുട്ടി സിനിമയിലുള്ള കുട്ടിയായിരുന്നു. അപ്പൊ അതല്ല അപൂർവ എന്നുള്ളത് മനസ്സിലായി. വളരെ സന്തോഷം. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. എന്ത് രംഗത്തായാലും, ആരോഗ്യ രംഗത്തായാലും, ശാസ്ത്ര സാങ്കേതിക രംഗത്തായാലും ഇന്ന് ഇന്ത്യയുടെ വളർച്ച ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുതിയ ജനറേഷനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ഇവിടുന്ന് ബേസിക് വിദ്യാഭ്യാസം കിട്ടിയ നിങ്ങളൊക്കെ എന്തുകൊണ്ട് പുറത്ത് പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? എന്തുകൊണ്ട് പുറത്ത് ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്നു? അത് അപൂർവയുടെ ഇന്നത്തെ ഫീൽഡുമായിട്ട് അതിനകത്ത് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴുള്ള ഒരു ചോദ്യമാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. താങ്ക് യു സോ മച്ച്. No, I think ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഞാൻ ഇന്നലെയും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പം കുറെ പേര് ഇപ്പൊ ജനീവയിൽ വർക്ക് ചെയ്ത ആൾക്കാര്, ഇപ്പം എൻ്റെ കൂടെ പഠിച്ച 90% ആൾക്കാരും തിരിച്ച് ഇന്ത്യയിലേക്ക് പോയ ആൾക്കാരാണ്. അവർക്ക് കുറെ കൂടി ഡെവലപ്മെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി നാട്ടിൽ വന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ തിരിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് മിക്കവരും. ഇപ്പൊ തിരിച്ചു നിൽക്കുന്നത് ആക്ച്വലി ഞാനും 2-3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം ഈ ഒരു ഷിഫ്റ്റ് ഞാൻ കണ്ടത് കുറച്ച് വർഷങ്ങൾ മുമ്പാണ്. അപ്പം അതിനു മുമ്പ് എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിരുന്നു മിക്കവരും. പക്ഷെ കുറെ നാളായിട്ട് ഇപ്പൊ എന്റെ ബാച്ചിലായാലും എന്റെ ജൂനിയർ ബാച്ചസിലായാലും ഐ സീ ദ സഡൻ ഷിഫ്റ്റ് വെർ പീപ്പിൾ വാണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് വർക്ക്. ഇപ്പം ഡെവലപ്മെന്റ് സെക്ടറിൽ അല്ലാതെ തന്നെ ബാക്കി കോർപ്പറേറ്റ് സെക്ടറിലായാലും ഐ സീ ദ സഡൻ ഷിഫ്റ്റ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന എനിക്കിവിടെയാണ് സ്റ്റേഷൻ കിട്ടിയത്. ജനീവ ബേസ്ഡ് ആണ്. അപ്പം എന്റെ ജോബ് ഇസ് മെയിൻലി നൈജീരിയ, ജനീവ. അപ്പം ഞാൻ ഈ 2 കൺട്രീസിലാണ് ഞാൻ കൂടുതൽ പോകുന്നത്. ഹാവിംഗ് സെഡ് ദാറ്റ്, ഐ എം ഓൾസോ സംബഡി ഹൂ വാണ്ട്സ് ടു ബി ഇൻ ഇന്ത്യ ഫോർ ദ മോസ്റ്റ് പാർട്ട്. അപ്പം ഞാൻ ഒരു വർഷത്തില് 2-3 മാസം ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്റെ സ്പേസിൽ എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, ഞാൻ അത് ഇന്ത്യയിൽ കൂടി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ഹോപ്പ്ഫുള്ളി ഐ ഗെറ്റ് ടു ബി ഇൻ ഓൾ ദീസ് ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് വർക്ക് എവ്രിവെയർ ആൻഡ് ഓൾസോ വർക്ക് ഇൻ ഇന്ത്യ. Thanks, Apoorva. Thank you so much. All the best. മുരളി, വീണ്ടും മുരളിയുടെ ഹാൻഡ് കാണുന്നു. മുരളി. താങ്ക് യു. ഞാൻ അപൂർവയെ പറ്റി പറയാനുള്ള ഈ പർട്ടിക്കുലർ ചോദ്യത്തിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു വാട്സപ്പ് ഫോർവേഡ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അത് വളരെ വളരെ ഷാലോ ആയിട്ടുള്ളൊരു ഇമെയിൽ ആയിരുന്നു. അത് നമ്മളുടെ റോഡിൽ കുഴിയാണ് എന്നുള്ള തരത്തിലുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ പോയിരുന്നത് എന്നുള്ള പല കാരണങ്ങളും എനിക്കറിയാം. പക്ഷെ എന്റെ മാത്രം അഭിപ്രായമല്ല, മറ്റുള്ള ആളുകളുടെ അഭിപ്രായം അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു സർവേ നടത്തിയിരുന്നു, ഓൺലൈൻ സർവേ നടത്തിയിരുന്നു. വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ വന്നത്. തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമാണ്, തെറ്റായ കാര്യമല്ല. നമ്മൾ ഒരേ ജോലി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാട്ടിലും പുറത്തും കിട്ടുന്നതിന് 10 ഇരട്ടി വരെ മാറ്റം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് വന്ന് ജോലി ചെയ്യാതിരിക്കേണ്ടത്? അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷേ അപൂർവയെ പോലെയുള്ള ആളുകളെല്ലാം, പുതിയ ജനറേഷനിലെ പല ആളുകളും ചൂസ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ട്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വീട്ടിലെത്താനായിട്ട്, നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് യാത്ര ചെയ്യാനായിട്ട്. ഈ സ്വാതന്ത്ര്യം ഒന്നും ഇപ്പോഴും കേരളത്തിലില്ല. വൈകുന്നേരം 7 മണിയായി കഴിയണമെങ്കിൽ നമ്മളുടെ പൊതുരംഗത്തുനിന്ന് സ്ത്രീകളെ മൊത്തമായിട്ട് നമ്മൾ തള്ളി മാറ്റുകയാണ്. പകൽ സമയത്ത് പോലും സ്ത്രീകൾക്ക്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിലൊരു സ്ത്രീക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു തൊട്ടടുത്തുള്ള ടൗണിൽ വരെ പോയിട്ട് തിരിച്ചു വരുന്നതിന്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒന്ന് കമന്റ് അടിക്കാതെ സംഭവിക്കുക എന്നുള്ള പോസിബിൾ അല്ല. മറ്റുള്ള ജനുവയിലാണെങ്കിൽ രാത്രി 1 മണിക്ക് നമ്മൾ എവിടെയും ഇറങ്ങി നടക്കാം. ഇതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പൊ ഇതിന് നമ്മൾക്ക് ലോകബാങ്കിന്റെ സഹായമോ UN-ന്റെ സഹായമൊന്നും വേണ്ട അത് മാറ്റിയെടുക്കാനായിട്ട്. പക്ഷെ തൽക്കാലം അതങ്ങ് മാറിയിട്ടില്ല. അപ്പൊ കൂടുതലും ഒരു സെറ്റ് ഓഫ് ആളുകൾ തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പോകുന്നു, ഒരു സെറ്റ് ഓഫ് ആളുകൾ ലൈഫ് സ്റ്റൈലിനെ കൊണ്ട് മാറുന്നു. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഏത് കാര്യത്തിലാണ് നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ ഡിബേറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്.
ഞങ്ങൾ ഇവിടെ നിർമ്മിത ബുദ്ധിയെ പറ്റിയിട്ട്, റോബോട്ടിക്സിനെ പറ്റിയിട്ട്, റോബോട്ട്സിനെ കൊണ്ട് ജഡ്ജികളും വക്കീലും ആകുന്നതിനെ പറ്റിയൊക്കെ ഡിബേറ്റ് നടക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ശരാശരി നടക്കുന്ന ഡിബേറ്റ് എന്താണ് ഓരോ ദിവസം വൈകുന്നേരം. അപ്പൊ അതൊരു വളരെ വളരെ സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇതെല്ലാം മാറേണ്ടതാണ്. അപ്പോൾ as much as we love ഈ കാര്യങ്ങൾ, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുമുണ്ട്. അത് എല്ലാം ഇതിന് കാരണമാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു സർവേ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ ഇനിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കൺക്ലൂഷൻസ് എല്ലാം ഞാൻ കുറച്ച് നാൾ മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്നു. അപൂർവ, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. വേറെ ആളുകൾ ഉണ്ടാവും, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. താങ്ക് യു. താങ്ക് യു മുരളി, താങ്ക് യു. ഡോക്ടർ മോഹൻ ലൂസിയാനയിലാണ്, US ജിയോളജിസ്റ്റ് ആണ്. എനിക്ക് മുരളി പരിചയപ്പെട്ടുള്ളതാണ്, ഞാൻ ഇമെയിൽ വഴി പരിചയപ്പെടുത്തിയാണ്. ഫ്ലഡിന്റെ ഒക്കെ എക്സ്പെർട്ടാണ്, ഫ്ലഡ് കൺട്രോളിന്റെ. മോഹൻ. ആക്ച്വലി ലാൽ, താങ്ക് യു. ഞാൻ ഒരു ട്രാവൽ ഡ്രൈവിംഗിലാണ്. പക്ഷേ I thought Apoorva's today's presentation was excellent, brief, matter of fact, and I appreciate that. പക്ഷെ എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഒരു UN സെറ്റപ്പില് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നാൽ കൊള്ളായിരിക്കും. അതൊരു സ്റ്റേക്ക് ഹോൾഡർ പ്രോഗ്രാം ആണോ, പ്രോജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൺവേ ചെയ്യാനുമായിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണോ ഈ കമ്മ്യൂണിക്കേഷൻ ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്, ഇന്ത്യയിലാണ് ലോ പഠിച്ചതെങ്കിൽ കോമൺവെൽത്ത് രാജ്യങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ലീഗൽ ആസ്പെക്ട്സ് പഠിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാകുമോ? കാരണം ലോ പ്രാക്ടീസ് വ്യത്യാസമാണല്ലോ. ഇപ്പൊ അമേരിക്കയിലെ ലോ പഠിത്തവും നമ്മുടെ ഇന്ത്യയിലും കോമൺവെൽത്ത് കൺട്രീസിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസും തമ്മിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും എന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു അറിവുകേടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതാണ് എന്റെ ചോദ്യം. താങ്ക് യു. I hope you are not driving. I am driving. That's okay. Oh. That's okay. ടെസ്ലയാണെന്ന് തോന്നുന്നു, വണ്ടി ഈസ് ഡ്രൈവിംഗ് ഇറ്റ്സെൽഫ്. Apoorva. Thank you, sir, for the questions. And Aditya question about the role and the current role UNAPIL. ഞാൻ ചെയ്യുന്നത് മെയിൻലി ഇസ് ടു ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വാട്ട് ആർ ദ പോളിസീസ്, കമ്മ്യൂണിക്കേഷൻ പോളിസീസ് എങ്ങനെ ആയിരിക്കണം, ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. ഇപ്പൊ ഞാൻ ഒരു സിൻസ് ഐ എം വർക്കിംഗ് ഇൻ എ പെർട്ടിക്കുലർ പ്രോജക്ട് ഓൺ ദ ഫീൽഡ്, ഇപ്പം നൈജീരിയ പ്രോജക്റ്റ് ആണെങ്കിലും ഒരു ബിക്കോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ an oil spill cleanup, and there are a lot of different stakeholder engagement strategy, conflict resolution, ഇതെല്ലാം കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റോളാണ് എൻ്റെ കറന്റ് പൊസിഷൻ ആസ് എ കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് ഐ ഓൾസോ വർക്ക് ഓൺ ഔട്ട്റീച്ച്. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വർക്കും ചെയ്യുന്നുണ്ട് ഫോർ other projects that I'm involved. One of the things that I have, that I currently work on a lot is and the social media content. Engane oru organization the social media content and social media outreach strategy engane aayirkanam, allengi what are the limitations of social media, and especially when it comes to posting on your personal accounts. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും I'm currently working. So it involves both internal as well as external communications of the branch. പക്ഷെ I'm also doing stakeholder engagement and stakeholder strategy and policy. And I hope I was clear in terms of my role. Mohan. എനിക്ക് ആ ലോയുടെ ഒരു ഡിഫറൻസും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഞാൻ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ സ്വിറ്റ്സർലൻഡിൽ പഠിക്കാൻ വന്നത്. പക്ഷെ കോമൺവെൽത്ത് റീജിയൻസ്, ഇപ്പം ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ പഠിച്ച ഒരാള് ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ലണ്ടനിൽ മറ്റേ വർക്ക് ചെയ്യണമെന്ന് ലിറ്റിഗേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ബാർ എക്സാം എഴുതേണ്ടതാണ്. അപ്പം സെയിം വിത്ത് US അവിടെ കുറെ റൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചാണെങ്കിലും US പോയി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടെ
അവിടുത്തെ കുറച്ച് കോഴ്സസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ യു ഹാവ് ടു ആക്ച്വലി പാസ് ദ ബാർ. അവിടുത്തെ ബാർ ഇസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട്, നമ്മുടെ ഇന്ത്യൻ ബാർ എക്സാം പോലെ അല്ല. അപ്പം അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ സിൻസ് ഐ വാസ് നോട്ട് പ്ലാനിങ് ഓൺ പ്രാക്ടീസിങ് അല്ലെങ്കിൽ ലിറ്റിഗേഷനിൽ പോവാൻ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ടാണ് ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോ പഠിക്കാൻ വന്നത്. പക്ഷെ ദർ ആർ എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ബാർ എക്സാം എഴുതിയാലും ബാക്കി രാജ്യങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് യു ഹാവ് ടു ദർ ആർ സർട്ടൻ റൂൾസ് ആൻഡ് ദർ ആർ സർട്ടൻ ബാർ examinations that you have to complete and pass. Thank you, Apoorva. Thank you so much. All the best. Thank you, Mohan. Thank you. Thank you. Martin George. Hello, good afternoon, good evening. ഞാൻ മാർട്ടിൻ ജോർജ് വിയന്നയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനും ഇവിടുത്തെ യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസറാണ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കണമെന്നാണ് കരുതിയത്, പക്ഷെ ആ ചോദ്യം പിൻവലിക്കുന്നു. കാരണം എന്റെ തൊട്ടു മുമ്പുള്ള സുഹൃത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് എക്സ്പെർട്ട് അവിടെ ചെയ്യുന്നതെന്ന്. കാരണം ഞങ്ങളുടെയൊക്കെ ചെറിയ ഓഫീസിൽ അത്തരം പോസ്റ്റുകൾ ഇവിടെ കുറവാണ്. അതുകൊണ്ട് എന്റെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത്. കൂടാതെ എന്റെ മോളും ലോ പഠിച്ചിട്ടാണ് ഇപ്പോൾ ലണ്ടനിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. അത് ആൻസർ കിട്ടിയതിന്റെ സന്തോഷം. കൂടാതെ ആദ്യമേ തന്നെ ഡോക്ടർ ലാലിന് താങ്ക്സ് പറയുന്നു ഈ ഗ്രൂപ്പിൽ ചേർത്തതിന്. പിന്നെ അപൂർവ, ഓൾ ദ ബെസ്റ്റ് വിഷസ്. വിയന്നയിലേക്ക് വരുന്നുണ്ടെങ്കിൽ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. Thank you, Martin. Thank you. Apoorva, you want to say something? No, I mean, thank you, sir. Definitely. And actually, I'll definitely meet you. And congrats to your daughter. I hope to connect with her as well. Thank you. Dr. Deepak Babu. Yes, sir. Thank you. അപൂർവ, എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം അപൂർവ പറഞ്ഞത് ജേർണി പറഞ്ഞത് ഭയങ്കര കൺസൈസ് ആയിട്ട്, ഷോർട്ട് ആയിട്ടാണെങ്കിലും പക്ഷെ ഭയങ്കര കൺസൈസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാനും ഒരു ഈ ജനറേഷനിലുള്ള ഒരാളായ സ്ഥിതിക്ക് നമ്മളെല്ലാവരും ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ നമ്മൾ എയിം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അപൂർവ പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒത്തിരി ഇന്റേൺഷിപ്സ് ഇൻ ബിറ്റ്വീൻ ചെയ്യാൻ പറ്റുന്നത്ര മാക്സിമം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് യുഎനിലോട്ട് എത്തിപ്പെടാൻ, ഐ മീൻ യുഎന്റെ ഓർഗനൈസേഷനിലോട്ട് എത്തിപ്പെടാൻ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ലൈക്ക് അപ്പാർട്ട് ഫ്രം ഡൂയിങ് ഇന്റേൺഷിപ്സ് നമ്മൾ വേറെ എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടോ ഇൻപുട്ട് ഇടേണ്ടതായിട്ടോ, ലൈക്ക് ഇങ്ങനത്തെ ഒരു ലൈക്ക് ഓർഗനൈസേഷൻ ജോബിലോട്ട് എത്താനോ ഒരു ഓർഗനൈസേഷനിലോട്ട് അപ്രോച്ചബിൾ ആവാൻ വാട്ട് ഷുഡ് വി കീപ് ഇൻ മൈൻഡ് എന്നൊരു സാധനത്തിനകത്ത് സജഷൻസ് പ്ലീസ്. ഞാൻ സജഷൻസ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടുതൽ ഞാൻ കൂടുതൽ ചെയ്തത് കുറെ ഓൺലൈൻ കോഴ്സസ്, അല്ലെങ്കിൽ ഇപ്പം ഇഷ്ടം പോലെ മൂക്സും മാസീവ് ഓൺലൈൻ കോഴ്സസും അതിൻ്റെ ഒരു ഏരിയ ആണല്ലോ ഇപ്പം ഞാൻ അത് എപ്പോഴും ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം എൻ്റെ ഫീൽഡ് റിലേറ്റഡ് അല്ലെങ്കിലും ഇപ്പൊ നമ്മൾ ബ്ലോക്ക് ചെയിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ AI കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെ കുറെ കോഴ്സസ് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ജസ്റ്റ് സോ ദാറ്റ് നമുക്ക് ഇപ്പൊ പുതിയതായിട്ടുള്ള എന്തൊക്കെയാണ് നടക്കുന്നത് വേൾഡിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബേസിക് സ്കിൽസ് എങ്ങനെ എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറെ കോഴ്സസ് എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ എൻ്റെ റൈറ്റിംഗ് സ്കിൽസ് അത് ഞാൻ എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് വായനയായാലും അല്ലെങ്കിൽ ലേണിംഗ് 5 words a day അല്ലെങ്കിൽ 10 new words a day, ഇതൊക്കെ ട്രാൻസ്ഫറബിൾ സ്കിൽസ് ആണ്. അപ്പൊ നമ്മൾ ഏത് ജോബ് വേണമെങ്കിലും, ഇപ്പൊ നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പോലും വേറെ ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. പിന്നെ വൺ ഓഫ് ദി തിങ്സ്, അത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു വന്ന കാര്യമാണ്, വിച്ച് ഹാസ് ബിൻ യൂസ്ഫുൾ. ഇപ്പം ഞാൻ പുതിയൊരു കമ്മ്യൂണിക്കേഷൻസ് പൊസിഷനിൽ വന്നപ്പം ഒരു ലോ ഫീൽഡിൽ ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്ത കാര്യമാണ് ഡിസൈനിങ് സ്കിൽസ്. അത് ആക്ച്വലി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഇങ്ങനെ ജോബില് ഇപ്പം UN ജോയിൻ ചെയ്തപ്പോൾ. അത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സ്വന്തം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു ഡെഫിനറ്റ്ലി ഐ റിയലി ഹോപ്പ് യു ഗെറ്റ് ടു വർക്ക് ഇൻ ഓർഗനൈസേഷൻ ലൈക്ക് ദിസ്.
Yeah, sure. I mean, thank you. Like, ഇപ്പൊ എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അപൂർവ സ്വന്തം എക്സാമ്പിൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ലൈക്ക് ഇപ്പം നമ്മളിപ്പോ ലോ ഫീൽഡിൽ നിന്ന് വന്നിട്ട് നമ്മുടെ വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് എടുത്ത് എങ്ങനെ നമ്മുടെ ഡൈവേഴ്സ്, ഐ മീൻ നമ്മുടെ കരിയർ ഇച്ചിരി ഡൈവേഴ്സ് ആക്കിയിട്ട് അതെങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാമെന്ന് തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ നമ്മളെ പോലെ ഉള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനും, ഐ മീൻ അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ആൻസറിംഗ്. ദീപക് എന്റെ ഇന്റേൺ ആണ് കേട്ടോ. എന്റെ ഇത് ഡോക്ടർ ഈസ് ഗോയിങ് ടു നൈജീരിയ ഇൻ എ കപ്പിൾ ഓഫ് വീക്സ്. 6 months ഒരു ഇന്റേൺഷിപ്പ് ഗോയിങ് ടു. താങ്ക് യു. പിന്നെ എസ് ബിജു ഉണ്ട്, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ എസ് ബിജു. നമസ്കാരം അപൂർവ. ഇത്രയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു അപൂർവ എന്ന് അറിഞ്ഞത് വലിയ സന്തോഷം. എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഈ ആഫ്രിക്കയില് നമ്മള് മനസ്സിലാക്കുന്നതാണ് ഇവിടുന്ന് കുറച്ചൊക്കെ ഒരുപാട് പുതിയ ഇന്ത്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പം ആഫ്രിക്കയെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഈ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അവിടുന്ന് ഒരുപാട് പൈസ സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്ന്, അതായത് മൈനിങ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതൊരു തരം ലോണ്ടേഡ് മണിയായിട്ട് ലോകമൊട്ടാകെ, ഇന്ത്യ അടക്കം കേരളത്തിലടക്കം എത്തിക്കുന്നു എന്നൊരവസ്ഥയുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഈ എൻവയോൺമെന്റൽ ഓർഗനൈസേഷനിൽ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഓർഗനൈസേഷൻസിനൊക്കെ ഇപ്പൊ സൈലൻസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഗ്രീൻ പീസ് അടക്കമുള്ള, ആംനസ്റ്റി അടക്കമുള്ളവരൊക്കെ. എന്താണ് ശരിക്കും ആഫ്രിക്കയിൽ സംഭവിക്കുന്നത്? അപൂർവ കമ്മ്യൂണിക്കേഷനുമാണ് എൻവയോൺമെന്റും ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓയിൽ ഇൻഡസ്ട്രിയിലാണ് അവിടെ അല്ലേ ഇപ്പൊ ഒരു റോഡിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഒരു എക്സ്പ്ലോറേഷൻ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? I think sir ചോദിച്ച question is too broad and എൻ്റെ ഒരു small experience ല് I don't think I know that much about ഒരു entire continent-നെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു understanding-ഓ ഇതും എനിക്കില്ല. But I mean, as you said, ഇപ്പം പറഞ്ഞ കഴിഞ്ഞുകൊണ്ട് I'll definitely read up more on it, and until I have complete clarity and education in this, I think it's and there are limited knowledge in the budget. I think I shouldn't speak. So I'll once, I mean, if I have better understanding and knowledge about this, I'll definitely answer this question. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൊണ്ട് ഞാൻ ജസ്റ്റ് അതിന്റെ ഇപ്പം UN പോലുള്ള ഒരു ബോഡീസിന് ഇതിനകത്ത് എന്തെങ്കിലും റെഗുലേറ്ററി റോൾസ് ഉണ്ടോ? അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പൊ നമ്മൾ ഈ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ UN ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്താണ് മുരളി എത്തിയിട്ടുണ്ട്. താങ്ക് യു ബിജു. രണ്ട് ചോദ്യങ്ങളും വളരെ റിലവന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അപൂർവ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു നോക്കുകയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ആദ്യമേ പറയാം. UN മിക്കവാറും ഓർഗനൈസേഷനൊന്നും ഒരു റെഗുലേറ്ററി പവർ ഇല്ല. അത് ഒരു റെഗുലേറ്ററി പവർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേഷന്റെ സോവറിനിറ്റി അല്പം കുറയുക എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അപൂർവമായിട്ട് മാത്രമേ മെമ്പർ സ്റ്റേറ്റുകൾ UN ഒരു റെഗുലേറ്ററി പവർ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ലെറ്റ്സ് സേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് ഒരല്പമെങ്കിലും ഒരു റെഗുലേറ്ററി പവർ ഉള്ളത്. മറ്റുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ യുനെപ്പിനൊന്നും ഒരു പരിസ്ഥിതി നിയമമോ സ്റ്റാൻഡേർഡോ ഉണ്ടാക്കിയത് എൻഫോഴ്സ് ചെയ്യാനുള്ളൊരു അവകാശമല്ല. ഈ IAEA കുറച്ച് ഉണ്ട്, പൂർണ്ണമായിട്ടില്ല. പക്ഷേ യുനെപ്പിനൊന്നും ഒട്ടും തന്നെ ഇല്ല. ഞങ്ങൾക്കെല്ലാം ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും WHO ഒക്കെ സ്റ്റാൻഡേർഡ് എന്ന് പറയാനുണ്ടെങ്കിൽ പോലും WHO ഗൈഡ് ലൈൻ ആണത് ആക്ച്വലായിട്ട്. അപ്പൊ അതിനൊരു റെഗുലേറ്ററി പവർ ഇല്ല. പക്ഷെ അതിന്റെ ഒരു UN ഒരു സ്റ്റാൻഡേർഡ് ഒരു ഗൈഡ് ലൈൻ ആയിട്ട് വരുമ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കൽ ഗ്രാവിറ്റി ഉണ്ട്, അത് കൊണ്ടുവരുന്ന ഒരു മോറൽ പ്രഷർ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ WHO ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ് എല്ലാം ലോകവ്യാപകമായിട്ട് അക്സെപ്റ്റബിൾ ആവുന്നത്. അതിനൊരു റെഗുലേറ്ററി അതോറിറ്റി ഉള്ളത് കൊണ്ടല്ല, പക്ഷെ അതിന്റെ ടെക്നിക്കൽ അതോറിറ്റി ഉള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ ചോദ്യം ഈ എൻവയോൺമെന്റൽ ഇതിനെ പറ്റിയാണ്. ഈ അപൂർവ ചെയ്യുന്ന പ്രോജക്റ്റ് വാസ്തവത്തിൽ വളരെ ഈ കോണ്ടെക്സ്റ്റിൽ വളരെ റിലവന്റ് ആണ്. ബിജു പറഞ്ഞത് ശരിയാണ്. ആഫ്രിക്കയിലെ അനവധി രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പലയിടങ്ങളിലും ആക്സിലറേറ്റഡ് ആയിട്ടും നടക്കുന്നുണ്ട്. ഇതുപോലെ വളരെ നാളുകളായി നടന്ന ഒരു
എക്സ്പ്ലോയിറ്റേഷന്റെ ബാക്കി പത്രമാണ് യോഗോണി ലാൻഡ് എന്ന് പറയുന്നത്. 40 വർഷമായി ഒരു ഓയിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്ത സ്ഥലം, അവിടെ ഉണ്ടാക്കിയ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതിനെ പറ്റി ഒരു അസസ്മെന്റ് നടത്താനായിട്ട് അന്ന് 2006 അവിടുത്തെ പ്രസിഡന്റ് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടാണ് UN അവിടെ ചെല്ലുന്നത്. UN അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വാസ്തവത്തിൽ ആരെയും ഒരു വിശ്വാസമില്ല. കാരണം 40 വർഷമായിട്ട് ആരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനെതിരെ സമരം ചെയ്ത ആളുകളെ ജയിലിലിട്ടു, ക്യാൻസർ അവയെ ഹാങ് ചെയ്തു. ഈ സ്ഥലത്തേക്കാണ് UN ചെല്ലുന്നത്. ആൻഡ് ദെൻ വി ഡിഡ് ദ അസസ്മെന്റ്. 2011 ഞങ്ങൾ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ഞങ്ങളുടെ അസസ്മെന്റ് റിപ്പോർട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. $1 ബില്യൺ വർത്ത് എങ്കിലും ആയിട്ടുള്ള ക്ലീനപ്പുകൾ അവിടെ നടത്തേണ്ട ആവശ്യമുണ്ട്. ആ പ്രോജക്റ്റിലാണ് ഇപ്പോൾ അപൂർവ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ അത് വളരെ ഒരു UN ഇന്റർവെൻഷൻ കൊണ്ട് ഗ്രൗണ്ടിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അത് UN ഒരു എക്സ്റ്റേണൽ അതോറിറ്റി കൊണ്ടല്ല, അവിടുത്തെ ഗവൺമെന്റും കമ്മ്യൂണിറ്റിയും കളക്റ്റീവായിട്ട് UN റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ ഒരു സാഹചര്യത്തിൽ ഏകപക്ഷീയമായിട്ട് നമുക്ക് ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത് UN സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പീസ് കോണ്ടെക്സ്റ്റിലല്ലാതെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. താങ്ക് യു. ഓക്കെ, കൂടുതൽ അറിയണമെന്നുണ്ട്, പക്ഷെ സമയം എടുക്കണം നമുക്കത്. പിന്നെ അല്ലാതെ നമ്മൾ നേരിട്ട് സംസാരിക്കാം. താങ്ക് യു. ബയലാറ്ററലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെ വേണ്ടി വേറൊരു ദിവസം നമുക്ക് ചെയ്യാം. തീർച്ചയായും അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുള്ളതുണ്ട്. IAEA WHL എല്ലാ ആളുകളും ഇവിടെ ഉണ്ടല്ലോ, നമുക്കൊരു UN മലയാളി സംഗമം നടത്താം. ഒരു സുമേഷ് ഹാൻഡ് റൈസ് ചെയ്യുന്നു. സുമേഷ്. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന് ഹൈബി ഈഡനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം രാഷ്ട്രീയമായിട്ട് ഉള്ള മോഹങ്ങളുണ്ടോ എന്തെങ്കിലും തരത്തില്? പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇന്റേൺഷിപ്പ്, ഡൽഹിയിലെ ഇന്റേൺഷിപ്പിലേക്ക് കയറി പറ്റിയത് എങ്ങനെയാണ്? മൂന്നാമതൊരു ചോദ്യമുള്ളത്, ഇപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ സിനിമയിൽ വീണ്ടും എത്തിപ്പെടുമോ, അതോ ഇനി സിനിമ വേണ്ടാന്ന് വെച്ചതാണോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്കിപ്പം പൊളിറ്റിക്കൽ ആയിട്ട് ഒരു ഡ്രീമും ഇല്ല, കരിയർ ഡ്രീമും ഒന്നുമില്ല. ഞാൻ ചെയ്ത വർക്ക് മെയിൻലി പോളിസി എങ്ങനെ ക്യൂറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് എങ്ങനെയാണ്, പിന്നെ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെയാണ് ഞാൻ ചെയ്ത ജോലി. അപ്പം പൊളിറ്റിക്കലി ഞാൻ ഒട്ടും ഇൻവോൾവ് ആയിരുന്നില്ല എൻ്റെ വർക്ക് സ്പേസിൽ. അപ്പൊ എനിക്ക് I don't think I have any dreams of a political career in my future. Secondly, internships. ഞാൻ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തത് UN in India എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതില് ജോബ്സ് വേക്കൻസീസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടെ ഒരു ഏറ്റവും താഴെ ഇന്റേൺഷിപ്സിന് അപ്ലൈ ചെയ്യാൻ ഒരു ഫോം ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു. ആ ഫോം ഫിൽ ചെയ്തിട്ട് അവർക്ക് അവരുടെ UN ഓഫീസിൽ അഡ്രസ് ചെയ്തിട്ട് അത് ആപ്ലിക്കേഷൻ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 3 hour എക്സാം ഉണ്ടായിരുന്നു. അവരൊരു പേപ്പർ അയച്ചു. അത് നമ്മുടെ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ സെഷൻ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയത്. ഇപ്പോഴും ഐ തിങ്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിലെ പ്രോസസ്സ് ഇപ്പോഴും സെയിം തന്നെയാണ്. UN ഇന്ത്യയിൽ ഇന്റേൺ ചെയ്യണമെങ്കിൽ ഇപ്പോഴും അവർക്ക് ആ സെയിം പോർട്ടൽ വഴിയാണ് ഇന്റേൺഷിപ്സ് അവര് ആക്സസ് ചെയ്യുന്നത്. ലാസ്റ്റ്ലി മൂവീസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല എന്തായാലും, ഞാനിപ്പോ ജനുവയിലായതുകൊണ്ട്. പക്ഷെ നാളൊരു കാലത്ത് ഇപ്പം കേരളയിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഫ് ഓൾ സ്റ്റാർസ് അലൈൻ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. പിന്നെ അതല്ലാതെ ഞാൻ ഇപ്പം ഇൻസ്റ്റഗ്രാമിലായാലും ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്റെ പാട്ടും മ്യൂസിക്കും ഇപ്പോഴും അതെല്ലാം ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പം അറിയില്ല, നാളൊരു കാലത്ത് ചിലപ്പോൾ ചെയ്തേക്കാം, പറയാൻ പറ്റില്ല. There's another hand, Shruti Thomas. Hello, hi. Thank you for this opportunity, Lal sir. I want Apoorva ചോദിക്കാനുള്ളത്, സോറി ഇംഗ്ലീഷിലോട്ട് ഷിഫ്റ്റ് ആവുന്നത്, but I just wanted to ask, ഇപ്പൊ Apoorva വർക്ക് ചെയ്യുന്നത് as a young professional with experts in the field, അല്ലേ, like Lal sir and Murli sir and all. So what would you say is the attitude that, young professionals have to keep in mind, or what it is that they have to
keep in mind and work when you're working with giants in the field, like people who are very accomplished in this field of, international organizations and public health and all? So thankfully, in my career, I've been lucky to work with experts who are like Lal sir and Murli sir, who really appreciate you actually speaking up and your ideas and your perspectives and all of that. So I've never felt like I'm somebody who's very new to the field. Like they always treat me as their colleague or as someone who has ample experience, which I clearly don't. So so for me, I've always felt like an equal when I'm on the field. Like in my space, like I'm someone who deals with community engagement and communication. So in my space or in my field, I've always felt like, okay, they give me enough space to do my work. So, but on the other hand, for me personally, I have learned so much by seeing experts on the field who have like 20 years of experience. Like Murli and Murli sir and Lal sir. There are others on the field, like my supervisor Mike, who I directly work under. He has around 20 years of experience. So to see them on the field and how easily they handle things, or if there's a minor inconvenience, the way they deal with it, the way I probably would have dealt with it in that situation, or to be quick and nimble. So these are things which I have learned along the way. Of course, I've just been on one field mission idvare. I haven't learned even 1/4 of what I should be learning. Pakshe, to be working with experts with so much experience has been something which I'm truly blessed and like I'm really humbled by. So. Thank you, Apoorva. There is another question. Other chatlo on Balan Madhavan. Balan Madhavan, world famous photographer. Balan Madhavan, world famous at Lalana. Lokatinde ella bhagathum poi photo eduthalana. I'll read out his comment and question. Congrats, keep going. May I ask one question? In the course of your career, could you please share one story where your communication skills made a change on grassroots level? I personally don't think I've made that much of a difference on a grassroots level, because especially when I see and kore friends when they actually work on the field, appo avaru cheyna avaru impact allengi avaru cheyna work inde impact avarku immediately manasilakan pattum. Enikku if I think about an instance, I really cannot think of anything on a grassroots level. Paksha, I think off late from what the work that I'm doing, to be able to see the kind of impact my work is able to do, that's probably because of my communication skills and the work that I'm doing. Paksha, I don't think I've reached that level where I've actually made a change on a grassroots level as yet. So maybe sometime soon. Thank you, Apoorva. ബാലനൊക്കെ പരിചയപ്പെട്ടിരിക്കേണ്ട ആളാണ് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള ആളാണ്. There is another hand, Deepu Babu. ഹലോ സർ. ഹലോ സർ, ഞാൻ കേരളത്തിൽ നിന്നാണ്, തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭാഗത്താണ്. സർ, എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇടപെടലുകൾ നമ്മൾ വിദേശമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ പൗരൻ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് സ്വമേധയാ തന്നെ. അപ്പോ മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ UN-ന്റെ ധാരാളം അസറ്റുകൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ ലൈഫിന്റെ ആ ഒരു രീതി എങ്ങനെയായിരിക്കണം ഇന്റർനാഷണൽ പൗരൻ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒന്ന് പറയാമോ? ആണ് ഇന്റർനാഷണൽ സിറ്റിസൺ, ഐ മീൻ അങ്ങനെ ഓഫ് കോഴ്സ് ഐ തിങ്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇസ് ഹൗ ടു ലിവ് ഇൻ എ മൾട്ടി കൾച്ചറൽ സെറ്റിംഗ്. ഇപ്പൊ UN-ൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു എനിക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം കുറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ അവരെ മനസ്സിലാക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് അവരുടെ രാജ്യങ്ങൾ എങ്ങനെയാണ് കൾച്ചറലി അവർക്ക് എത്ര ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത്രയും കൾച്ചറലി ഡിഫറെന്റ് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പം നാച്ചുറലി നമ്മുടെ മൈൻഡ് സെറ്റും അത്രയും ബ്രോഡ് ആവും. അപ്പം ഞാൻ കൊച്ചിയിലാണ് പഠിച്ചതും വളർന്നതും എല്ലാം. അപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് നേരെ സ്വിറ്റ്സർലൻഡിലേക്ക് വന്നപ്പം എനിക്ക്
ആദ്യം കുറച്ച് നാളത്തേക്ക് എനിക്കും കുറച്ച് കൾച്ചറൽ ഷോക്കും, അല്ലെങ്കിൽ ഇവിടെ 1 മണി വരെ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആരും നമ്മളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ആരും നമ്മളെ നമ്മളെ പോലീസ് ചെയ്യാൻ ആരുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസിലേക്ക് വന്നപ്പം ആദ്യം എനിക്കും കുറച്ച് കൾച്ചറൽ ഷോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ച് എന്റെ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിറ്റി ആയിട്ട് ഞാൻ സംസാരിക്കുമ്പം എനിക്ക് ശരിക്കും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എന്താ വെച്ചാൽ ഞാൻ എന്റെ തിങ്കിങ് എത്ര ബ്രോഡൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോക്സിൽ നിന്ന് എങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നോട്ട് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് കൾച്ചറലി, പക്ഷെ നമ്മുടെ ലൈക്ക് ഹൗ ടു ആക്ച്വലി ആക്സെപ്റ്റ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൾച്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറാണ് കറക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വളർന്ന രീതിയാണ് കറക്റ്റ് എന്ന് ആ ഒരു തിങ്കിങ് മാറിയിട്ട് നമുക്കിപ്പം നമ്മൾ ഇത്രയും രാജ്യങ്ങളിലുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് നമ്മുടെ മൈൻഡ് സെറ്റിൽ, നമ്മുടെ ചിന്തിക്കുന്ന രീതിയിലും കുറെ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഐ തിങ്ക് എന്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ആണ് കേട്ടോ. എനിക്ക് ഇവിടെ ജനീവയിൽ വന്ന് പഠിക്കാൻ പറ്റിയത് ഒരു പ്രിവിലേജ്, ഓഫ് കോഴ്സ് ദാറ്റ്സ് എ പ്രിവിലേജ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് എവ്രി വൺ ടു ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ബ്രോഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കൾച്ചറൽ ലൈക്ക് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ്സ് ലൈഫ് ചേഞ്ചിങ്. മാഡം, സോഷ്യൽ സ്കിൽസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കത് സോഷ്യൽ സ്കിൽ ഇങ്ങനെ എടുത്ത് ചോദിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു അബ്രോഡിൽ പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റുന്ന കാര്യമില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് ചെയ്ത് അതിനോട് ഈക്വൽ ആവാൻ പറ്റും എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. മനസ്സിലായി. സോ ഐ മീൻ വാട്ട് ഐ ഓൾവേസ് ഡു ഇസ് ഞാൻ വായിക്കും, ഇഷ്ടം പോലെ വായിക്കുമായിരുന്നു. നമുക്ക് ബാക്കിയുള്ള എന്താ കൺട്രീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ കുറെ വായിക്കായിരുന്നു. പിന്നെ നമ്മള് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സെൻസിറ്റീവ് ആവുക, അല്ലെങ്കിൽ നമ്മളിപ്പം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ബാക്കിയുള്ള കൾച്ചേഴ്സിൽ ദാറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ഒഫെൻസീവ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹൗ കെൻ വി ബ്രേക്ക് ഔട്ട് ഓഫ് ദിസ് ലൈക്ക് ദിസ് ഷാക്കിൾ ദാറ്റ് വിർ ഇൻ, അങ്ങനെ കുറെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടിയും, അല്ലെങ്കിൽ നമുക്ക് കുറേയും കൂടിയും എഡ്യൂക്കേഷനിൽ കൂടെ നമുക്ക് കുറേയും കൂടി ചേഞ്ചസ് ഉണ്ടാകാൻ പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദ സോഷ്യൽ സ്കിൽസ് ദാറ്റ് ഐ ഡെവലപ്ഡ് മൈസെൽഫ്. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ലാംഗ്വേജ് ഇവിടെ വന്ന് യൂസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒഫെൻസീവ് ആയിരിക്കും. അപ്പം നാട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് വിൽ റിയലി ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ഇറ്റ്സെൽഫ്. താങ്ക് യു. അപൂർവന് തൊട്ട് മുമ്പ് പറഞ്ഞതൊക്കെ നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചതാണ്, ഈ ഒരു പുതിയ നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കൾച്ചറൽ ഷോക്കും. പക്ഷെ അത് അപൂർവ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മൾ പുറത്ത് ചെന്ന് കുറച്ച് നാളൊക്കെ ജീവിക്കുമ്പോൾ ഏത് നാട്ടിലായാലും നമ്മുടെ ഒരുപാട് ധാരണകളൊക്കെ നമുക്ക് മാറും. നമ്മൾ പല കാര്യങ്ങളും കണ്ടിരുന്ന രീതികൾ മാറും. പല തിരുത്തലുകൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി യോജിക്കുന്നു. നമ്മൾ എപ്പോഴും നമ്മുടെ നാട്ടിന് പുറത്ത് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമ്മൾ പോയി ജീവിക്കുകയും നമ്മൾ അനുഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളത് അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പുണ്ട്. മുറിലേക്ക് ഇത് എപ്പോഴും പറയുന്നതാണ്, മുറിലേക്ക് എല്ലാവരോടും പറയുന്നൊരു കാര്യവുമാണ്. ഡോക്ടർ സൽമാൻ. താങ്ക് യു സർ. താങ്ക് യു അപൂർവ ഫോർ ദി വണ്ടർഫുൾ സെക്ഷൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ UN interns usually unpaid ആണ്. So why UN interns are unpaid, and if they get an opportunity outside India, how do they meet expenses? ഓക്കെ, സോ ഞാൻ ആക്ച്വലി ആദ്യം ചെയ്ത ഇന്റേൺഷിപ്പ് അൺപെയ്ഡ് ആയിരുന്നു. ഇപ്പം ഇൻ ഹൈൻസൈറ്റ് വിൽ ഐ ഡു ആൻ അൺപെയ്ഡ് ഇന്റേൺഷിപ്പ്? പ്രോബബ്ലി നോട്ട്, ബിക്കോസ് ഇപ്പം a lot of UN internships are paid. സോ ഇപ്പൊ പുറത്ത് ഇപ്പം ഇവിടെ UNHCR അല്ലെങ്കിൽ ILO അങ്ങനെ കുറെ ഓർഗനൈസേഷൻസ് they have started paying their interns. So I think internship choose ചെയ്യുമ്പം if you feel that you need to be supported financially, which most of us need to be, I think paying your interns is definitely something which is extremely important. And our change, I can slowly see that happening in the UN system as well, because a lot of organizations have started paying their interns. Our stipend അല്ലെങ്കിൽ basic or living expenses are covered. Even UN in India now have started paying their interns or a stipend, or monthly stipend ippam koduthu thodangittundu. So if you're looking for internships, I would definitely suggest you to look out for internships which is paid, because I think everyone needs to be paid regardless of whether they're an intern or a part of the workforce. Thank you, Apoorva. നമുക്ക് ചാറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Can you see that question? Joel George.
his network is weak. അതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത് പറഞ്ഞു. Jojo, nice to have you and pleasant to hear your voice. Madam, I'm currently pursuing my last year Masters in Political Science, same as yours. I've been an intern under 2 members of the lower house, same as you did. I've been interested in working with UN for a long, but could not find anyone at my local contact to guide me through. Would you be able to guide on this? Of course. UN ഇപ്പം എന്നെ പോലെ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ പൊസിഷൻ നോക്കുകയാണെങ്കിൽ there are a couple of ways. One thing is internships നോക്കാം, but if you are somebody who's a little bit who looking for a consultancy അല്ലെങ്കിൽ employee ആവാൻ നോക്കുകയാണെങ്കിൽ the second option is to work as a consultant. ഇപ്പൊ എന്നെ പോലെ കുറെ കൺസൾട്ടൻസി പൊസിഷൻസ് ഇൻസ്പയർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ പോയി നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് വി കൻ ആക്ച്വലി സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ ജോബ്സ്. നമ്മുടെ CV ഇതെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം സെക്കൻഡ് വേ ഇസ് ടു ബി എ കൺസൾട്ടന്റ് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ. തേർഡ് ആൻഡ് ഫോർത്ത്, ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇഫ് യു ആർ എൻ ഇന്ത്യൻ സിറ്റിസൺ യു പ്രോബ്ലി കാൺട്ട് ചൂസ് ദാറ്റ് ഓൾട്ടർനേറ്റീവ്. ഒന്ന് JPO പൊസിഷൻസ്, നാലാമത്തത് YPP യങ് പ്രൊഫഷണൽസ് പ്രോഗ്രാം. അത് രണ്ടിലും അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻസ് ആർ നോട്ട് എലിജിബിൾ. Lastly, which I think is extremely helpful for entry level positions, is UN volunteer program. Appam idu ishtam pole rajyangalil UNV programs ഉണ്ട്. Again, these are paid opportunities. Appam idum this is also another way in which entry level positions namukku nokkan pattum. Of course, idine koodal if you have any questions or വേറെ എന്തെങ്കിലും specific questions ചോദിക്കണമെങ്കിൽ you can always email me and I'll be happy to answer them. ഒരുപാട് പേര് കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാലൻ മാധവൻ is writing, thanks for the honest reply. There's a question. Could you please elaborate on the tools that you use for communication for environment? They are environment photographer കൂടിയാണ്, അതുകൊണ്ടാണ്. That's why. Tools that I use as in, I'm not entirely sure as to what kind of that use for communication for environment. Maybe the work that you do, no? Maybe the tools that അതായിരിക്കും ഉദ്ദേശം തോന്നുന്നു. Balan, can you hear me? Can you explain your question further? Can you? Yeah. Can you hear me? Balan, yeah, we can hear you. Balan, we can see you. See. ബാലൻ കാണട്ടെ. ബാലൻ വളരെ ലോകപ്രശസ്തനാണ്. ബാലന്റെ വീഡിയോ എന്റെ മുഖം കാണൂല, ഞാൻ വരാതെ ഇരിക്കുകയാണ്, ലൈറ്റ് ഇല്ല. ഇപ്പൊ ചെറുതായിട്ട് കാണാം. ചെറുതായിട്ട് കണ്ടാൽ മതി, അത്രയും മതി. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അതായത് കൺസർവേഷനകത്ത് കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ റോളുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ റോള് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഓൺ വൺ സൈഡ് വി ഹാവ് എ zillion people who are affected by multiple issues. ഇതിനെ ലോകത്തിന് മുമ്പിൽ ജനങ്ങളിൽ എത്തിക്കുന്നത് ഒരു ചെറിയ കൂട്ടം ആൾക്കാർ, നിങ്ങളെ പോലെയുള്ള, ഇപ്പൊ യൂണിയനകത്തുള്ള കുറച്ച് ആൾക്കാർ, നിങ്ങളുടെ നന്മയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? ഏത് കഥകളാണ് നമ്മൾ പറയുന്നത്? എന്ത് സൊല്യൂഷൻസ് ആണ് നമ്മൾ പറയുന്നത്? എന്ത് ഹോപ്പാണ് നമ്മൾ കൊടുക്കുന്നത്? അപ്പൊ അതിന് നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണ്? സോഷ്യൽ മീഡിയ ആണോ? അതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, വളരെ വ്യക്തതയോടുകൂടിയുള്ള ആൻസറുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടോ? ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇയാള് ഡോണ്ട് വറി, ഐ ആം ഓൺ യുവർ സൈഡ്, ഓക്കെ, ഡോണ്ട് വറി. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യല്ല, ഡോണ്ട് വറി. ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ. I mean, now your question is super clear. So there are different kinds of tools, of course. There's not a one and the short way of communicating. Or one tool alla nammal use cheynathu. Of course, social media now is an extremely powerful tool. Appo namukku ഒരു കാര്യം നമുക്ക് to reach out to millions of people, social media is definitely one of the most powerful mediums. ഇപ്പം something that I use on a daily basis professionally and personally. സോഷ്യൽ മീഡിയ കൂടിയുള്ള ഇപ്പം നമ്മള് ഇഷ്ടം പോലെ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ നമ്മൾ ഔട്ട്റീച്ച് ക്യാമ്പയിൻസ് ചെയ്യുന്നത് ഓരോരോ ഡിഫറെന്റ്, ഇപ്പം ഫീൽഡ് വർക്ക് ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള വർക്ക് ആയാലും നമ്മൾ സോഷ്യൽ മീഡിയ ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ദ ഗുഡ് തിങ് അബൌട്ട് സോഷ്യൽ മീഡിയ ഇസ് ഓഫ് കോഴ്സ് ദാറ്റ് ഇപ്പം ഞാനിപ്പോ നൈജീരിയൻ വർക്കിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ അതിന്റെ ഔട്ട്റീച്ച് ക്യാമ്പയിൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഇഷ്ടം പോലെ ആൾക്കാർ ഇൻ പ്രോബബ്ലി ദി അതർ എൻഡ് ഓഫ് ദ വേൾഡ് വിൽ ഓൾസോ ഹാവ് ആക്സസ്
to that information or the campaign that we're trying to popularize. So that's definitely one tool. Second thing is depends on the area or the kind of work that you're involved in. The work that I'm doing in Nigeria specifically, I'll contrast that with another project that I'm doing and how the tools vary. Second thing is, Nigerian project, we're working mostly with that community. We try to see our community use tools, using the channels. It could be radio. Radio is also one of the most important tools. Ella Friday a program and the so that you're being transparent with them. So one of the most fundamental rules that I follow is how to actually bring out transparent information, how to actually bring out information that is correct, factually correct, and which to also disseminate transparent information amongst all the stakeholders, not just one stakeholder. So again, it depends on the community that you're working with. Third thing is also newspapers. Newspapers, Nigerian specific newspapers or print media. It's very important. Fourth thing which I have been using off late is having a newsletter. Namada UNEP side in the news, what do we want to tell our stakeholders? So that one of the channels that we've been using increasingly is the medium of a newsletter, so that we actually disseminate factually correct information, with maximum number of people or to all our stakeholders. So these are some of the channels that we use. This is one project that I'm talking about. Another project that I'm doing is working on a massive online course UNEP launch on nature-based solutions. Idinte target audience is basically students, policy makers, like people who are interested in learning more about the environment, people who are interested in learning more about nature-based solutions. A project communications plan, your tools are very different. Your tools would be universities reaching out to university groups, reaching out to on social media, reaching out to people via different things like school groups, environment groups, environmental organizations. So these are all different channels we use to reach out to maximum number of people, so we sensitize people about what nature-based solutions are. So again, it depends on what project that you're working on. It depends on your target audience. It depends on your stakeholders. So your tools also vary accordingly. I hope I was very clear with my answer. See, I sorry for provoking you. No, this is the crux of the whole day. I didn't know either. You are much younger. This is the crux of the whole thing. കാരണം നമ്മൾ മൈക്രോ ലെവലിൽ എങ്ങനെ നമ്മൾ all winning victory happens only in the micro level, not in the macro level. ഈ മൈക്രോ ലെവലിൽ നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അവിടെ ഞാൻ ഈ ചോദിച്ചതിന്റെ പുറകിൽ ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. I'll tell you a story which Lal will resonate. കുറച്ച് ഒരു 7 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്നാർ രക്ഷിക്കാൻ വേണ്ടി UNDP ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. ബട്ട് വിത്തിൻ ഡേയ്സ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചർച്ചിന്റെ കൂടെ സഹായം കൊണ്ട് ബഹളമുണ്ടാക്കി അതിനെ നശിപ്പിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ, especially when you say that you are a communicator, നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ താഴെ എത്തിയോ എന്നുള്ള ചോദ്യം, അതിനു വേണ്ടി മാത്രം. എന്തിനാണോ നമ്മുടെ ഒബ്ജക്റ്റീവ് അത് എത്തിയോ എന്നുള്ള മാത്രം. ഐ ആം വിത്ത് യു 100%. താങ്ക് യു. ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. താങ്ക് യു. മതി കൂടുതലൊന്നും പറയണ്ട. ബാലൻ നമ്മുടെ ഗസ്റ്റ് ആയിരുന്നു കേട്ടോ. ബാലൻ നമ്മുടെ അല്ല, ബാലൻ വളരെ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് ഫോട്ടോഗ്രാഫിയില്. പിന്നെ ഞാനതിൻ്റെ കണ്ടൊരു കാര്യം പറഞ്ഞു. ഒരു മീരാദേവ് എന്നൊരു പേര് കാണുന്നുണ്ട്. ഒരു കുഞ്ഞാളിങ്ങനെ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ചെവി അടുത്തൊക്കെ പിടിക്കുന്നുണ്ട്. അത് അപൂർവയുടെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുന്നതാണോ, അപൂർവയുടെ അടുത്ത് വേറെ UN ആണോ എന്താണെന്ന് അറിയാൻ വയ്യ. മീരാദേവ് അതാരാണത്? നമ്മൾ പ്രോബ്ലി യങ്ങസ്റ്റ് among all of us today. ആരാത്? തലയെ ഇടയ്ക്ക് ഇങ്ങനെ മുട്ടിക്കുന്നുണ്ട് കൊണ്ട്. മീരയാണോ? പേരെന്താണ്?
മീര. ആ മീര എന്ത് ചെയ്യുന്നു? മീര മീര ഇങ്ങനെ അപൂർവം ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ഞാൻ കണ്ടോണ്ട് പറഞ്ഞു നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാ. നരുവാമുടാണ്, സ്വന്തം സ്ഥലം പൂവച്ചൽ. അപ്പൊ ഞാൻ വൈകുന്നേരം ഇട്ടിരുന്നു മോളെ ഒന്ന് ഈ പ്രോഗ്രാം സ്ഥിരം കേൾപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സാറിനെ പോലെയൊക്കെയുള്ള എന്താ പറയാ കേൾപ്പിച്ചിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തതാണ്. വളരെ കീനായിട്ട് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഇടയ്ക്കിടെ ഇങ്ങനെ വളരെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചു. ഓക്കെ മോൾ, സന്തോഷം. മുരളിയുടെ അവള് അപൂർവ മാഡത്തിന്റെ ടോക്ക് കേട്ടിട്ട് ഇൻസ്പയർഡ് ആണ് തീർച്ചയായിട്ടും. എന്നെ മാഡം എന്ന് വിളിക്കരുത് പ്ലീസ്. അപൂർവ ഞങ്ങളൊക്കെ സാറിന്ന് വിളിച്ചിട്ട് റോങ് എക്സാമ്പിൾ സെറ്റ് ചെയ്യല്ല. അപൂർവ മറ്റുള്ള ആളുകൾക്ക് അപൂർവ ഇത് പൊളൈറ്റ് അല്ല എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വിളിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാം ഇന്ത്യക്ക് പുറത്തു വരുമ്പോൾ ഞങ്ങൾ പിന്നെ സാറൊന്നും അങ്ങനെ വിളിക്കാറില്ല, വിളിക്കരുതെന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പറയാറുണ്ട്. പിന്നെ ഒരു ഇന്ത്യൻ ഓഡിയൻസും കൂടി ഉള്ളത് കൊണ്ടാണ് ഉള്ളത്. അപ്പൊ താങ്ക് യു. ബാലൻ മാധവന്റെ ചോദ്യം അദ്ദേഹം അവിടെ ഉണ്ടോന്ന് അറിയില്ല. വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപൂർവയും ഞാനും ഒക്കെ എപ്പോഴും ചർച്ച ചെയ്യുന്നതുമാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. ഐ തിങ്ക് അപൂർവ വി ഷുഡ് ഹാവ് ഹിം ജോയിൻ as one of these days. ഇത് അപൂർവയുടെ സെഷനാണ്, എന്നാലും ഈ അദ്ദേഹം ചോദിച്ചുകൊണ്ടും മറ്റുള്ള ആളുകൾക്ക് അതിൽ താല്പര്യം ഉള്ളത് കൊണ്ട് ഞാനൊരു ചെറിയൊരു കഥ മാത്രം പറയാം. ഈ ഓണിയലാൻഡ് എന്ന് പറയുന്ന ഏതാണ്ട് ഒരു മില്യൺ ആളുകളുള്ളൊരു സ്ഥലമാണ്. ട്രമെൻഡസ് ട്രാജഡിയിൽ കൂടെ കടന്നുപോയ സ്ഥലമാണ്. വാസ്തവത്തിൽ ആ ഉഗുണിലാൻഡിലുള്ള ഓയിൽ അവിടുത്തെ ആളുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ കുവൈറ്റിനെക്കായും റിച്ച് ആയിട്ടുള്ളൊരു പ്രദേശമായിരുന്നു അത്. എല്ലാവരും അടിപൊളി വീടും കാറും ഒക്കെ ആയിട്ട് ജീവിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അതിന് പകരം ഓയിലിൽ ചവിട്ടിയാണ് അവര് നടക്കുന്നത്. കുട്ടികൾ കുളിക്കുന്നത് എണ്ണ ഒഴുകുന്ന ജലത്തിലാണ്. ഇതെല്ലാം ലാലും അപൂർവം എല്ലാം കണ്ടു കാണും. ഈ ഒരു സാഹചര്യത്തിലാണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പുറം ലോകത്തൊന്നും അവര് പരമാവധി ട്രൈ ചെയ്തിരുന്നു. പക്ഷെ പുറം ലോകത്തൊന്നും വേണ്ടത്ര കണ്ടിരുന്നില്ല. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ഒരു അസസ്മെന്റിനായിട്ട് എത്തുന്നത്. അപ്പൊ അപൂർവ പറഞ്ഞ പോലെ ആ നാട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ ടൂൾസിന്റെ ഒരു ആവശ്യമുണ്ട്, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ രീതികളുടെ ആവശ്യമുണ്ട്. അപ്പൊ ഞാനാണ് ആദ്യമായിട്ട് ഇതിൽ 2006 പോകുന്നത്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഞങ്ങളെല്ലാം മീറ്റിങ്ങിന് കയറുമ്പോൾ തന്നെ, മീറ്റിങ്ങിന് കയറിയതിനു ശേഷം അവർ ടൗൺ ഹാൾ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 10,000 ആളുകൾ വരും, ചില സ്ഥലത്ത് 10,000 ആളുകളുണ്ട്. അപ്പോ കയറി കഴിഞ്ഞിട്ട് ചിലപ്പോ കോൺഫറൻസ് ഹാളിന്റെ വാതിലൊക്കെ അങ്ങ് അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്നുള്ള തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള നാടകങ്ങളും പേടിപ്പെടുത്തുന്ന രീതികളും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചില രീതികളുണ്ട്. അതായത് അവിടെ ട്രഡീഷണൽ റൂളേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു ഡെമോക്രസി ആണെങ്കിൽ പോലും ഇപ്പോഴും നിലവിലുണ്ട്. അവരുടെ ചീഫും കിങ്ങും എന്നെല്ലാം പറയും. ഈ ഒഗോണിലാൻഡിൽ തന്നെ 1 മില്യൺ ആളുകളുടെ ഇടയിൽ പല കിങ്ങുണ്ട്. ഈ പല കിങ്ങിന്റെ മുകളിൽ ഒരു പാരമൗണ്ട് റൂളർ ഉണ്ട്, അതിന്റെ താഴെ ചീഫ് ഉണ്ട്. റിലീജിയൻ എന്ന് പറയുന്ന എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. അപ്പൊ അത് വേറൊരു സൈഡിൽ കൂടെ. യൂത്ത് വേറൊരു ഗ്രൂപ്പാണ്. യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 18 വയസ്സിനോ 50 വയസ്സിനോ ഇടയ്ക്ക് എല്ലാവരും യൂത്താണ്. വിമൻ ഗ്രൂപ്പ്, NGOs, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ. അതിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ, അവിടുത്തെ ഭാഷ മാത്രം സംസാരിക്കുന്ന ആളുകൾ. ഒഗോണിലാൻഡ് 1 മില്യൺ ഇടയിൽ 4 ഭാഷകളുണ്ട്. ഇവരെല്ലാം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഒരു കാലത്തും നമുക്ക് മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഈ ഡൈവേഴ്സിറ്റി കാരണം. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള പവർ ഓഫ് ഫോട്ടോഗ്രാഫ്സ് ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് ഞങ്ങൾ ആലോചിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പാരീസിൽ നിന്ന് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം $1 കോൺട്രാക്റ്റിലാണ് ഞങ്ങളുടെ കൂടെ വന്നത്. അദ്ദേഹം ലൂയി വിറ്റിന്റെ എല്ലാം
ഫോട്ടോഗ്രാഫറാണ്. ഒരു ദിവസം ഒരു ഫോട്ടോഗ്രാഫിക് അസൈൻമെന്റിന് $1,00,000-2,00,000 വാങ്ങുന്ന ആള് $1 കോൺട്രാക്റ്റിന് ഞങ്ങളുടെ കൂടെ വന്ന് 15 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ ഈ വീഡിയോ ലൈൻ പ്രോജക്റ്റിലെ എല്ലാ ഫോട്ടോഗ്രാഫും അദ്ദേഹം എടുത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആണ്. ഫോട്ടോഗ്രാഫ്സ് പിൽക്കാലത്ത് ഈ പരിസ്ഥിതി രംഗത്തെങ്കിലും വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ആണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ 35 വയസ്സിൽ തന്നെ മരിച്ചുപോയി. പക്ഷെ അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയം ആയിരുന്നു. അതിനുശേഷം റിലൻറ്റ്ലെസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഞങ്ങൾ 4 സെപ്പറേറ്റ് സോണുകളായിട്ട് തിരിച്ച് ടൗൺ ഹാൾ മീറ്റിങ്ങുകൾ തൊട്ട് അവിടുത്തെ ചർച്ച് മീറ്റിങ്ങുകളിൽ തൊട്ട് റേഡിയോ തൊട്ട് അവിടുത്തെ ലോക്കൽ പ്രസ്, ഇന്റർനാഷണൽ പ്രസ്, NGO. അപ്പോൾ അതൊരു വൺ സൈഡ് ഫിറ്റ് ഓൾ അല്ല. കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഗ്രാസ് റൂട്ട് കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി റിലൻറ്റ്ലെസ് നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അപൂർവ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അപൂർവയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത്. പക്ഷെ വാസ്തവത്തിൽ അപൂർവ ഈ വർഷത്തിലും ഇനിയുള്ള വർഷത്തിലും ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചെയ്യാൻ പോകുന്നത് ഒരു relentless communication. As the place is cleaning up, we have to sensitize the people to keep it clean. ഈ സ്ഥലത്ത് പല ഓയിൽ സ്പില്ലുകൾ ഉണ്ടാക്കുന്നത് ആ നാട്ടിലെ ആളുകൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി കൊണ്ടുവരാനുള്ളൊരു ഇതിന്റെ ആവശ്യമുണ്ട്. അത് ഈ ഗണിലാൻഡ് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പവർ ഓഫ് വിഷ്വൽസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആണ്. പക്ഷെ അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സാധാരണ ഇതിലുള്ള ചർച്ചുമായിട്ടൊന്നും എൻഗേജ് ചെയ്യുന്നല്ല. പക്ഷെ ഇവിടത്തെ ആളുകളിലേക്ക് മാക്സിമം റീച്ച് ഉള്ള ചർച്ച ആകുമ്പോൾ then we use that also. ഈ മൈക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോജക്ട് കോർഡിനേറ്റർ യൂസ് ടു ഗോ ഫോർ ദി സൺഡേ ചർച്ച് മീറ്റിംഗ്. ഈസ് ആക്ച്വലി നോട്ട് വെരി റിലീജിയസ്, പക്ഷേ we use that tool as well. Thank you. Thank you, Murli. Thank you. There is a question from VC Joseph. Could you please repeat the name of portal to upload CVs you mentioned? ഓൾറെഡി It's called Inspire. ഞാൻ ആക്ച്വലി അവിടെ എഴുതിയിട്ടുണ്ട്. Okay, good. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ? പ്ലീസ്. താങ്ക് യു. അപൂർവയെ പറ്റി ഞാൻ ലാൽ ധാരാളം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതെല്ലാം എക്കോ ചെയ്യണം. അപൂർവയുടെ ടാലന്റ് വെച്ച് നോക്കുമ്പോൾ അപൂർവ വളരെ ഹംബിളാണ്. അപൂർവ ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് പരിശീലനത്തിന് വേണ്ടി അപൂർവ പറഞ്ഞു എന്ന് വരും. അതായത് നമ്മൾ വിദേശങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മളുടെ ടാലന്റിനെല്ലാം നമ്മൾ കൂടുതൽ അല്പം തള്ളുന്നതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുമെങ്കിൽ പോലും അപൂർവ ഷീ സ്റ്റിൽ റിമെയിൻസ് വെരി ഹംബിൾ. എനിക്ക് വളരെ പ്രൈഡുള്ള കാര്യമാണ് അപൂർവ എൻ്റെ ടീമിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പരമാവധി മറ്റുള്ള ഞങ്ങളുടെ വളരെ ചെറിയൊരു ടീമാണെങ്കിൽ പോലും അതിൽ 25 പേരുള്ളതിൽ 17 നാഷണാലിറ്റീസ് ഉള്ളൊരു ടീമാണ് ഞങ്ങളുടെ. അപ്പൊ അത്രമാത്രം ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ടീമിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപൂർവ നാട്ടിൽ നിന്ന് ഇപ്പൊ അനവധി കുട്ടികൾ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓൾസോ പ്രൊമോട്ടിങ് ദം. അപൂർവ പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്. നെറ്റ്വർക്കിംഗ് ഒക്കെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ട്രാൻസ്ഫറബിൾ സ്കിൽസിന്റെ കാര്യമെല്ലാം, ഇതെല്ലാം വളരെ പ്രിസൈസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പുതിയതായിട്ട് വരുന്ന ആളുകളുടെ ഒരു ഫൈനാൻഷ്യൽ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് അപൂർവയ്ക്കൊരു വ്യൂ ഉണ്ട്. അതായത് ധാരാളം ആളുകൾ ജനീവ പോലുള്ളൊരു ഹൈ കോസ്റ്റ് സെന്ററിലേക്ക് ലോൺ എടുത്ത് വരുമ്പോൾ അതുണ്ടാക്കുന്ന ചില സോഷ്യൽ റിസ്കുകളുണ്ട്. എങ്ങനെയാണ് ഒരു ഫൈനാൻഷ്യൽ കാൽക്കുലേഷൻ ആളുകൾക്ക് നടത്താൻ പറ്റുക എന്ന് അപൂർവ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ടോക്കിംഗ് ടു അതർ പീപ്പിൾ. Thank you, Murli sir. Actually, ഈ question is one of the ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. പുതിയതായിട്ട് സ്റ്റുഡൻസ് വരുമ്പം, എസ്പെഷ്യലി മാസ്റ്റേഴ്സ് എല്ലാം ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യമാണ്, ഇത്രയും പൈസ കൊടുത്തിട്ട് മാസ്റ്റേഴ്സ് ജനീവയിലും സ്കോളർഷിപ്പ് ഇല്ലാതെ വരുന്നത്, ഇസ് ഇറ്റ് വർത്ത് ഇറ്റ് എന്നുള്ളത്. അപ്പം it is a very expensive place to live in. അപ്പം നമ്മള് I think you need to do a little bit of checks and balances. നമ്മുടെ ലോങ് ടൈം ഗോൾ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ വരുന്ന സമയത്ത് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഞാൻ ഒരു ഫസ്റ്റ് 6 monthsന് എൻ്റെ എൻ്റെ ഫിനാൻഷ്യൽ എൻ്റെ സ്റ്റെബിലിറ്റി വെച്ചിട്ട് നോക്കുമ്പം ഫസ്റ്റ് 6 months എനിക്ക് വർക്ക് ചെയ്തില്ലെങ്കിലും അത് ഇറ്റ് വാസ് ഓക്കെ ഫോർ മീ. എനിക്ക് ഫസ്റ്റ് 6 months എനിക്ക് സ്വന്തം എന്നെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഐ സ്റ്റാർട്ടഡ് working with a Swiss organization part-time. This is something which I did. പക്ഷെ having said that, a lot of people don't end up getting part-time jobs in Switzerland because ഇവിടുത്തെ laws are a little stricter ബാക്കിയുള്ള കൺട്രീസ് നോക്കുകയാണെങ്കിൽ. സോ ഞാൻ പുതിയതായിട്ട് വരുന്ന എല്ലാ സ്റ്റുഡൻസിൽ നിന്നും പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, check the laws of the country before you come. അവരുടെ ലേബർ ലോസ് എങ്ങനെയാണ്, എത്ര ലീനിയന്റ് ആണ്, എത്ര ഈസിയാണ്. ഇപ്പൊ നമുക്ക് ലോൺ എടുത്തിട്ട് വരുമ്പോഴും അതിന്റെ ഒരു ബ്രേക്ക് ഈവൻ എങ്കിലും ഇല്ലെങ്കിൽ നോ പോയിന്റ് ഇൻ യു കമ്മിങ് ഇത്രയും പൈസ കൊടുത്തിട്ട്. അപ്പം ലേബർ ലോസ് എത്ര ഫ്ലെക്സിബിൾ ആണെന്ന് നോക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സെക്കൻഡ്, നമ്മുടെ ലോങ് ടേം ഗോൾ എന്താണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് ലോൺ കൊടുത്തിട്ട് ഒരിക്കലും ബ്രേക്ക് ഈവൻ ആവില്ല നമ്മൾ തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഉടനെ വർക്ക് ചെയ്യാനുള്ള പ്ലാൻ ആണെങ്കിൽ. പക്ഷേ പ്ലാൻ ഇസ് ടു സെറ്റിൽ ദയർ. ഇപ്പം ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന പോലെ ഇപ്പം സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യാനാണ്, വിൽ ഓഫ് കോഴ്സ് ബി ഏർണിംഗ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇംപ്രൂവ് മാത്രമേ ചെയ്യുള്ളൂ ആഫ്റ്റർ യു സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ എ പ്ലേസ് ലൈക്ക് സ്വിറ്റ്സർലൻഡ്. സോ ഇങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ് നമ്മൾ നേരത്തെ ചെയ്തിട്ട് വേണം യു നീഡ് ടു കം ടു എ പ്ലേസ് ലൈക്ക് ജനീവ അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ഗോയിങ് എനിവെയർ അബ്രോഡ്. അപ്പം ആസ് ഐ സെഡ്, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ പ്രിവിലേജ്. ഇവിടെ വന്ന് നമ്മൾ സ്കോളർഷിപ്പ് ഇല്ലാതെ വരുന്നത് തന്നെ ഇറ്റ്സ് എ പ്രിവിലേജ്. പക്ഷെ a little bit of planning is also involved ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ. വെരി ഗുഡ്. സുമേഷിന്റെ ഹാൻഡ് വീണ്ടും. നമ്മൾ 1 മണിക്കൂറാണ് അപൂർവയോട് ചോദിച്ചാൽ അപൂർവയ്ക്ക് എടുക്കാമല്ലേ? നോ പ്രോബ്ലം. സുമേഷ്, എനിക്ക് ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യൊക്കെ ചെയ്തൊരു ആളാണ് അപൂർവ. അപൂർവയോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ജയസാഡുവിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അപ്പോൾ പുള്ളി ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഹലോ, അപ്പൊ പുള്ളി അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ആ സ്കോളർഷിപ്പ് ഒരു ചതിക്കുഴിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനകത്ത് എഴുതിയിട്ടിരുന്നു. അതായത് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പായിട്ടാണ് ആ സ്കോളർഷിപ്പിനെ പറയുന്നത്. അത്തരത്തില് എന്തെങ്കിലും തരത്തില് കുട്ടികളെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? അത്തരത്തില് പെട്ടുപോയ കുട്ടികളെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാമോ? അതാണ് എന്റെ ചോദ്യം. ഞാൻ ആക്ച്വലി ഇവിടെ എനിക്ക് അറിയുന്ന കുറെ ആൾക്കാർക്ക് സ്കോളർഷിപ്പ് വഴിയാണ് ഇവിടെ വന്നത്. അവരൊന്നും അങ്ങനെ ഒരു ചതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഓൺ ദി അതർ ഹാൻഡ്, there are 2 kinds of scholarships. ഒന്ന്, നമ്മുടെ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസിലൊക്കെ ഇങ്ങനെയായിരുന്നു. ഒന്ന്, നമുക്ക് ഇറ്റ് ബി ഫുൾ സ്കോളർഷിപ്പ്. നമ്മുടെ ട്യൂഷൻ ഫീസും നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫുൾ സ്കോളർഷിപ്പ് കിട്ടും. രണ്ടാമത്തത് നമ്മുടെ ട്യൂഷൻ ഫീ പാർഷ്യൽ സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ട്യൂഷൻ ഫീ മാത്രം കവർ ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പാണ്. പക്ഷെ ഇപ്പം അബ്രോഡ് പഠിക്കുന്ന കുറെ ആൾക്കാര് ദർ ആർ എ ലോട്ട് ഓഫ് അതർ സ്കോളർഷിപ്സ്. ഇപ്പൊ നമ്മുടെ നാഷണൽ സ്കോളർഷിപ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കുറെ ഓർഗനൈസേഷൻസ് ആർ ഗിവിംഗ് ഔട്ട്, അഗാ ഖാൻ ഫൗണ്ടേഷൻ, ഇങ്ങനെ ഇപ്പം ഇഷ്ടം പോലെ സ്കോളർഷിപ്സ് ഇപ്പം ഇന്ത്യ വഴി വരുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് പുറത്ത് ചെയ്യാൻ പോകുമ്പോൾ ഇഷ്ടം പോലെ സ്കോളർഷിപ്സ് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത് കിട്ടിയ കുറെ ആൾക്കാർക്ക് എനിക്കറിയാം. ഇപ്പൊ ഐഫിൾ സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാൻസിൽ പഠിക്കുന്ന പിള്ളേർക്ക് കിട്ടുന്നതാണ്. അപ്പം ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ അങ്ങനെയുള്ള സ്കോളർഷിപ്സ് കിട്ടി പുറത്ത് വന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്കോളർഷിപ്സ് ആയിരുന്നു ഇതൊക്കെ. പിന്നെ അതല്ലാതെ ലോൺ എടുത്തിട്ട് വരാ, അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല അതിന്റെ എങ്ങനെയാണ് അത് ലൈക്ക് വാട്ട് ദ പ്രോസസ്, അതെനിക്ക് അറിയില്ലാത്തതുകൊണ്ട് സ്കോളർഷിപ്സ് ഓഫ് കോഴ്സ് ഹാസ് ബീൻ എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആൻഡ് ഫണ്ടിങ് ഗ്രാന്റ് ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഐ തിങ്ക് മുരളി സർ ഓഫ് കോഴ്സ് വിൽ ബി ഏബിൾ ടു നോ മോർ, ബിക്കോസ് സർ ഇതിനെ കുറെ സ്റ്റുഡൻസിന് അഡ്വൈസ് കൊടുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുരളി. യെസ്, താങ്ക് യു. ഞാൻ വാസ്തവത്തിൽ ജോൺ എന്താണ് എഴുതിയെന്ന്
വായിച്ച് തീർക്കാനായിട്ട് സമയം കിട്ടിയില്ല. പക്ഷേ ജോൺ പറഞ്ഞത് എനിക്ക് വായിക്കാത്തതുകൊണ്ട് ഞാൻ ജോണിനോട് പറഞ്ഞത് റെസ്പോണ്ട് ചെയ്യല്ല. പക്ഷേ പക്ഷെ പറഞ്ഞത് ഇപ്പൊ നാട്ടിലൊരു ട്രെൻഡ് ഉണ്ട് വിദേശത്തേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ വിദേശത്തേക്ക് പോകുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലൊക്കെ ഒരു പരിപാടിയില്ല, ഈ ഓണമായി കഴിയുമ്പോൾ വില ഇരട്ടി ആക്കിയതിനു ശേഷം 50% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതുപോലെ ഒരു സെറ്റപ്പ് ഇപ്പോൾ ഇവർ പലപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു 20 ലക്ഷം രൂപ ഫീസായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് തരുന്നു എന്ന് പറയും. അപ്പോൾ നമുക്കൊരാശ്വാസം, 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ആണല്ലോ തരുന്നത്. പക്ഷെ ആക്ച്വലി ആയിട്ട് നമ്മൾ 20 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ 15 ലക്ഷം രൂപ കൊടുക്കുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. രണ്ടാമത്തേത്, അത് അദ്ദേഹം പറഞ്ഞ കാര്യമല്ല, പക്ഷെ ഇന്നലെ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരാളൊരു ഇത് ഫോർവേഡ് ചെയ്തു. അതായത് സ്വിറ്റ്സർലാൻഡിൽ ഒരു സ്ഥാപനത്തിൽ പഠനത്തോടൊപ്പം ജോലിയും പ്രോമിസ് ചെയ്ത് ഫോൾസ് ആയിട്ടുള്ള ലെറ്റർ ഫോർജ് ചെയ്ത് ഒരാൾ 25 ആളുകളെ വിസ സംഘടിപ്പിച്ചു. അത് സ്വിസ് അതോറിറ്റീസ് അത് കണ്ടുപിടിച്ചു. ഈ 25 ആളുകൾക്കും ഇനി 5 വർഷത്തേക്ക് സ്വിറ്റ്സർലൻഡിൽ മാത്രമല്ല ഒരു ഷെൻഗൻ രാജ്യത്തും കടക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അത് അവരുടെ വിസ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത് അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നുണ്ട്. അഗൈൻ ഈ പണ്ട് മാത്രമല്ല, പണ്ട് കാലം തൊട്ടേ ഈ ഗൾഫിലേക്ക് കടത്തിവിടാനായി ചില ഏജന്റുമാരുണ്ടായിരുന്ന പോലെ വിദ്യാഭ്യാസത്തിന്റെ രംഗത്തും ഇതുപോലുള്ള ഏജന്റുമാർ നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു താല്പര്യം ജനങ്ങളിൽ ഉണ്ടാവുന്നു. അതിന് പ്രോപ്പറായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഇല്ല. വാസ്തവത്തിൽ ഈ പറയുന്ന മുഴുവൻ ഇൻഫർമേഷനും ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാത്ത ഒരു ഇൻഫർമേഷൻ വാസ്തവത്തിൽ ഇല്ല. പക്ഷെ ആ ടൈം സ്പെൻഡ് ചെയ്യാതെ നേരിട്ടൊരു ഏജന്റിന്റെ അടുത്ത് പോകുന്നു. ആ ഏജന്റുമാരിൽ ഒരുപക്ഷെ 90% വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ 10% ആളുകൾ ഇതുപോലെ തട്ടിപ്പ് കാണിക്കുന്ന ആളുകളും ഉണ്ടാകാം. അപ്പൊ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വിദേശത്ത് പഠിക്കുന്നുണ്ട്. അതിൽ 10,000-കണക്കിന് ആളുകൾ സ്കോളർഷിപ്പോടുകൂടിയാണ് പഠിക്കുന്നത്. അത് അപൂർവ പറഞ്ഞ പോലെ പല തരത്തിൽ പൂർണ്ണമായ സ്കോളർഷിപ്പ് ഉണ്ട്, പാർഷ്യൽ സ്കോളർഷിപ്പ് ഉണ്ട്, ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ്ഷിപ്പ് എന്ന് പറയുന്ന തരത്തിൽ അതിനിടയിൽ തൊഴിൽ ചെയ്ത് ജോലി ചെയ്യാവുന്ന സാധ്യതകളുണ്ട്. ഇതെല്ലാം വളരെ ശരിയായിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ സ്കോളർഷിപ്പിനെ മൊത്തമായിട്ട് നമ്മൾ തള്ളിക്കളയല്ല. അതിൽ പിന്നെ ഇതുപോലെയുള്ള ഈ വില കൂട്ടി ഡിസ്കൗണ്ട് കുറയ്ക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു. ആശ, യു ആർ മ്യൂട്ടഡ്. സുമേഷിന് ഒരു മകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഈ സ്കോളർഷിപ്സ്, ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ നേരത്തെ ഏകദേശം 9 മാസത്തിന്റെ കോഴ്സായിരുന്നു UK പഠിച്ചത്. കേംബ്രിഡ്ജിൽ 30 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് കിട്ടിയത്. അപ്പൊ ഫീസ്, നമ്മുടെ അക്കോമഡേഷൻ, നമ്മുടെ ഫ്ലൈറ്റ്, നമ്മുടെ എന്താ പറയാ ഈ വിസ കിട്ടുന്ന എല്ലാം ചെയ്തു തന്നിരുന്നു. അപ്പൊ ഇതൊന്നും ഒരു ഏജന്റിന്റെ അടുത്തും പോകാതെയാണ് ഇത് കിട്ടിയത്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ മുരളി കറക്റ്റ് ആയിട്ട് പറഞ്ഞു നടക്കുക, നമ്മൾ ഈ ഏജൻസിന്റെ അടുത്ത് പോയിട്ട് 5 ലക്ഷം രൂപ കൊടുത്ത് 20 ലക്ഷം രൂപ ലാഭിക്കുന്ന ആ പരിപാടി നോക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ആ ന്യൂസ് വായിച്ചിരുന്നു. ഇനി ആ കുട്ടികൾക്ക് 5 വർഷത്തേക്ക് ഉള്ള ഒരു ഷെങ്കൻ കൺട്രീസിലും പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ എളുപ്പപ്പണി നോക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അപൂർവ നേരത്തെ പറഞ്ഞു UN ജോലി കിട്ടാൻ അതിന് നേരിട്ട് മാർഗമുണ്ട്. പക്ഷെ പലപ്പോഴും കുട്ടികൾ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന, ആർക്കെങ്കിലും പറഞ്ഞാൽ ജോലി കിട്ടുമോ, പൈസ കൊടുത്താൽ ജോലി കിട്ടുമോ, പൈസ കൊടുത്താൽ ഇന്റേൺഷിപ്പ്. അത് എന്തുകൊണ്ടാണ് ഈ മലയാളികൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എല്ലാത്തിനും ഈ പറയുന്ന നമുക്ക് ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് താഴെ ലിസ്റ്റ് ചെയ്യും ഏതൊക്കെ സ്കോളർഷിപ്സിന് എലിജിബിൾ ആണ്. നമ്മൾ ആ സ്കോളർഷിപ്പിന് ഡയറക്ട്ലി അപ്ലൈ ചെയ്യുക. പിന്നെ 2, ഇതുപോലെ ഈ സ്കോളർഷിപ്സ് കോളേജ് വഴി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ്, അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും കൊടുക്കുന്ന ടൈപ്പ് സ്കോളർഷിപ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഡീറ്റെയിൽസ് ഓൺലൈൻ ജസ്റ്റ് ഒരു ദിവസം സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്.
അത് നമ്മൾ അപ്ലൈ ചെയ്ത് നേരിട്ട് പോകും. ഒരിക്കലും ഏജൻസി വഴി പോകാതിരിക്കാൻ നോക്കുക. പിന്നെ സ്കോളർഷിപ്പ് കിട്ടാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അക്കാഡമിക് പെർഫോമൻസ് മാത്രമല്ല, അതിന് പുറത്ത് നമ്മൾ എന്തൊക്കെ ഒരു സൊസൈറ്റിക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അവർ ഭയങ്കരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഞാനൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ അക്കാഡമിക്സ് അല്ലാതെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് പല സ്കോളർഷിപ്സും ചെയ്തത്. അതിന് അപൂർവ പറഞ്ഞ കണക്ക് ഇന്റേൺഷിപ്സ് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച. ഡോക്ടർ ലാൽ, താങ്ക് യു. താങ്ക് യു ആശ, താങ്ക് യു. സുമേഷിന് ഒരു റിപ്ലൈ ഉണ്ട്. ജയസോട് ഒരു ഈസ് ഓൾസോ വാച്ചിങ് ദിസ് പ്രോഗ്രാം. അപ്പോൾ ജയസ് എഴുതിയിരിക്കുന്നു, ഐ ഡിഡ്ന്റ് സേ സ്കോളർഷിപ്പ് ഈസ് എ പ്രോബ്ലം. I said about agencies promising 50% scholarship in self-financed enterprises. So I just read it out. പിന്നെ വേറെ കുറച്ച് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ജനറലൊക്കെ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നതെല്ലാം ഒരുപാട് കവർ ചെയ്ത് കഴിഞ്ഞു. ഒരാളുണ്ട്, ഷാജി വർഗീസ്, ടെക്നിക്കൽ ആൻഡ് നഴ്സിംഗ് ലെവൽ ജോബ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? I don't know whether it is. It's not my domain at all. I have no idea. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ച പോലെയാണ്. താങ്ക് യു. നമ്മൾ സാധാരണ ഒരു 10-15 ഒക്കെ ആകുമ്പോൾ എങ്ങനെയും തീർക്കുന്നതാണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചു ഒരുപാട് സിനിമ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ സി യങ്സ്റ്റേഴ്സ് ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ UN കരിയർ, അതൊക്കെയാണ്. സിനിമയുടെ ചോദ്യമൊന്നും ബാക്കിയില്ലല്ലോ ആർക്കും, അല്ലേ? സാറ്, ഞാൻ പറഞ്ഞത് ജയസിന്റെ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ചോദ്യത്തിൽ തെറ്റിദ്ധരിച്ചതാണ്. പക്ഷെ ചോദ്യം അത് തന്നെയായിരുന്നു. പുള്ളി പറഞ്ഞ സ്കോളർഷിപ്പുകളിലെ ചതിക്കുഴികളെ കുറിച്ചാണ് പറഞ്ഞത്. അത്തരത്തിൽ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാനിവിടെ വരുന്നത് എൻ്റെ ഒരു പാരന്റിങ് ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെയൊക്കെ ജീവിതമൊക്കെ കാണുമ്പോൾ വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നൊരു ജീവിതങ്ങളാണ് നിങ്ങളുടെയൊക്കെ. അപ്പം തനിയെ യാത്ര ചെയ്യണം. എൻ്റെ മകള് തന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഞങ്ങൾ എന്താ റോബോട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഇത്രയും പഠിക്കണോ? അപ്പം അവൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനും ഒക്കെയുള്ള ഇഷ്ടമുള്ള ഒരു കുട്ടി കൂടിയാണ്. അപ്പം നിങ്ങളൊക്കെ കാണുമ്പോൾ അത് എൻ്റെ പാരന്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. താങ്ക്സ് അലോട്ട്. സുമേഷ് എല്ലാ ആഴ്ച ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ പ്രാവശ്യം ഇടപെടുകയും ചെയ്യും. താങ്ക് യു സുമേഷ്. അപ്പോൾ അപൂർവ, അതെ, ഒരു ചോദ്യം കൂടെ ഉണ്ട് കാനഡയിൽ നിന്നാണ്. അപൂർവ, യു ഹാവ് ടൈം? ഷൈമോൾ ഫ്രം കാനഡ. ഹായ് ഡോക്ടർ ലാൽ, ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ഒരു കമന്റ് ആയിട്ട് ഒരു കമന്റ് പറയുന്ന മാത്രമേ ഉള്ളൂ. Primarily, I mean, I would like Apoorva to comment back on it as well. Ipo, I think a couple of things പറഞ്ഞല്ലോ. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്, തന്നെ വന്നതാണ് ഇവിടെ. ഈ വളരെ കുറച്ച് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഈ ട്രാൻസിഷണൽ സ്കിൽസ്. ഇപ്പം പലപ്പോഴും ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഇന്ന ഒരു കമ്പ്യൂട്ടർ സയൻസ്, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ, പഠിച്ച ആള് എന്തിനാണ് വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, പഠിച്ചതെല്ലാം വേസ്റ്റ് ആയി പോയില്ലേ എന്ന് കേൾക്കുന്നത്. അപ്പം ഈ ട്രാൻസ്ഫറബിൾ സ്കില്ലിനെ കുറിച്ച് നമ്മൾ വളരെ അത്രയും ഒരു അവയർനെസ് ഇല്ല എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇപ്പൊ ഐ വാസ് വെരി ഹാപ്പി അപ്പോൾ അതിനെ കുറിച്ച് മെൻഷൻ ചെയ്തു. മുരളി അതിനെക്കുറിച്ച് വീണ്ടും പറയുകയും ചെയ്തു. അത് ഈ ടോക്കിൽ വളരെ വരുന്നവര് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ അപൂർവയുടെ വേറെ ഒരു ഇന്റർവ്യൂസിന്റെ ഇതൊക്കെ വായിക്കുന്നു. യൂഷ്വലി ഐ പ്രിപ്പയർ ഇതിൽ വരുമ്പോൾ ഈ ആരാ വരുന്നതെന്ന് അവരുടെ ഇൻഫർമേഷൻ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ അതില് അപൂർവ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഈ പഠിക്കുന്ന, അതായത് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നപ്പോ പഠിത്തത്തിന് തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒരു ബുക്കിഷ് കൈൻഡ് ഓഫ്, അതാണ് നാട്ടിൽ കേരളത്തിൽ പഠിച്ചതെന്ന് മോർ ഓഫ് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിന്റെ വ്യൂ പോയിന്റ് പ്രസന്റ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് പുറത്തുള്ള വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ. അപ്പൊ അത് കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതും ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഒരു 5 minutes മിസ് ചെയ്തു. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു പക്ഷെ വളരെ ഉപകാരമായിരിക്കും പലർക്കും വരുന്നത്. കാരണം നമ്മൾ മിക്കവാറും ഞാനും അവിടെ പഠിച്ചതാണ്. ആക്ച്വലി മുരളിയുടെ കോളേജിലാണ് ഞാനും പഠിച്ചത്. പഠിച്ച് മാർക്ക് മേടിക്കുക എന്നുള്ളതിനെ കുറിച്ച്, ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് അത്ര ഉണ്ടാവുന്നില്ല. അപ്പൊ ആ വ്യത്യാസം ഒന്ന് പറയുന്നത്, ഇപ്പൊ പ്രത്യേകിച്ച് ഒത്തിരി പേര് പുറത്ത് പഠിക്കാൻ പോകുന്ന സ്ഥിതിക്ക് അത്
വളരെ ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ I just want to say congratulations and wish you all the best. Okay, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ I do appreciate it. Thank you, Apoorva. ഞാൻ ആക്ച്വലി ഐ ജസ്റ്റ് ടച്ച്ഡ് അപ്പോൺ ഇറ്റ്. ഞാൻ പറഞ്ഞു വന്നപ്പം ഞാൻ ആക്ച്വലി മെൻഷൻ ചെയ്തിരുന്നു, എനിക്ക് ആക്ച്വലി ഒരു സെമിസ്റ്റർ എനിക്ക് ഇറ്റ് ടുക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പുതിയൊരു മോഡ് ഓഫ് സ്റ്റഡിങ്ങിൽ. ബിക്കോസ് ഞാൻ പഠിച്ചത് കേരളയിലാണ്, നുവാൽസിലാണ് പഠിച്ചത്. അവിടെ എല്ലാ സെമിസ്റ്ററിലും ആ ഒരു 5 ദിവസം മുമ്പ് പഠിച്ചാൽ മതി. എക്സാമിന്റെ ഒരു 5 ദിവസം മുമ്പ് ശരിക്കും ഇരുന്നിട്ട് നമ്മുടെ ബെയർ ആക്ട് എല്ലാം ഇഫ് യു മഗ് ഇറ്റ് അപ്പ് ആൻഡ് ഇഫ് യു have good memory, you'll get a good score. പക്ഷേ ഇവിടെ ഞാൻ ജനീവയിൽ വന്നു കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ ആദ്യത്തെ എക്സാം, ഞാൻ സെമിസ്റ്റർ എക്സാം എഴുതിയത് വാസ് ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനിൽ ബേസ്ഡ് ആണ് എൻറ്റയർ സെമിസ്റ്ററിൽ മാർക്സ് വരുന്നത്. ഇറ്റ്സ് ബേസിക്കലി വാട്ട് ഹാവ് യു ലേൺഡ് ഇൻ ദിസ് ക്ലാസ്. ഓഫ് കോഴ്സ് ദ ആൻസർ ഷുഡൻറ്റ് ബി അബൌട്ട് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസും ടീച്ചറിന്റെ പ്രൊഫഷൻസി അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ക്രിട്ടിക്കലി നമ്മൾ പഠിച്ച കാര്യങ്ങളും നമ്മളെ എങ്ങനെയാണ് നമ്മുടെ what did we think about, simple things. ആ ക്ലാസിന്റെ premise was world without nations. നേഷൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ആയിരുന്നു. സിമ്പിൾ ക്ലാസ് ആയിരുന്നു, ഒരു ഹൈപ്പോത്തറ്റിക്കൽ premise-ൽ ബേസ്ഡ് ആയിട്ട് ഒരു ക്ലാസ് ആയിരുന്നു. സോ ദി ആൻസർ ഷുഡ് ഹാവ് ഓൾസോ ബീൻ വെരി, എന്താ പറയാ, നമ്മള് ക്രിട്ടിക്കലി എങ്ങനെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ്ലി എങ്ങനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പം ഓഫ് കോഴ്സ് എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പം ഐ വാസ് എ ലിറ്റിൽ ടേക്കൺ അബാക്ക്. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, നമ്മളിങ്ങനെ ഒരു തിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്റെ അണ്ടർ ഗ്രാഡ് പഠിക്കുമ്പോൾ തന്നെ. പക്ഷെ ഐ തിങ്ക് അങ്ങനെ ഒരു തിങ്കിങ് വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും യു automatically start thinking in a critical aspect. Like you start questioning everything. ഒരു law നമ്മൾ വായിക്കുമ്പോൾ ആ ലോന്റെ behind എന്താണ് അതിന്റെ rationale, അല്ലെങ്കിൽ what went into the thinking, and you start questioning everything. So I think for me that is something which has been extremely helpful. ഇങ്ങനെ ഒരു കോഴ്സ് ഇവിടെ പുറത്ത് ചെയ്തതിൽ I think it's been extremely helpful. പക്ഷെ again, this aspect of critical thinking is something which I use even now in whatever that I'm doing. So it's not something that is limited to just law. Then that's why I say things like transferable skills are extremely important and crucial in whatever that you do. Whether I'm doing law, whether I'm doing communications, whether I do something. These are all skills which is extremely crucial in your day-to-day life also. Thank you, Apoorva. So, ഏതാണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നിരിക്കുന്നു. സോ അപൂർവ, ഞാൻ നമ്മുടെ ഫ്രൈഡേ ഓപ്പൺ ഹൗസിന്റെ പേരിൽ അപൂർവ ഞാൻ താങ്ക് ചെയ്യാണ്. വലിയ സന്തോഷം, നന്ദി. ഒരുപാട് പേര് ഇപ്പോഴും 50-ന് മുകളിൽ പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൂമിൽ ലൈവും പോകുന്നുണ്ട്. എല്ലാവരുടെയും പേരിൽ ഞാൻ അപൂർവയ്ക്ക് നന്ദി പറയുകയാണ്. എല്ലാ ഭാവിയിലെ എല്ലാ നല്ല വളർച്ചയ്ക്കും എല്ലാ ആശംസകളും പറയുകയാണ്. പിന്നെ ഇന്ന് നമുക്ക് മുരളി ഇന്ന് ഒരുപാട് നേരം ഉണ്ടായിരുന്നു. മുരളി അത് വളരെ ഉപയോഗപ്പെട്ടു. കാരണം എനിക്കറിയാമായിരുന്നു മുരളി, അതാണ് ഞാൻ തുടക്കത്തിൽ അന്വേഷിച്ചത് മുരളി ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം നമുക്ക് ഈ വിഷയമാകുമ്പോൾ, പ്രത്യേകിച്ച് UN വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആകുമ്പോൾ മുരളിയുടെ അറിവുകളും കൂടെ നമുക്ക് ഉപയോഗപ്പെട്ടാലും ഒരുപാട് യങ്സ്റ്റേഴ്സൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരത്തെ പറഞ്ഞു പല പേരൻസ് കുട്ടികളെയും കൊണ്ടിരുന്ന് കാണുന്നുണ്ട്. അങ്ങനെ പരിപാടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുരളിക്കും താങ്ക്സ്. പിന്നെ ആശയ്ക്കും, ആശ എന്ന് ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആശയുടെ ജനീവ ടീമിനെല്ലാം താങ്ക്സ്. പിന്നെ ഷൈമോൾ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ കണ്ടു കാണുമല്ലോ ഒരുപാട്. ഇപ്പം ഇങ്ങനെ ഒരു എല്ലാം പരസ്പരം ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ട്. ഇതുവഴിയുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുകയും പരസ്പരം ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. വലിയൊരു കാര്യമാണ്. ഞാൻ ഷിറാസും ഇങ്ങനെ വെറുതെ തുടങ്ങി നോക്കിയതാണ്. പക്ഷെ അത് ഇത്തരത്തിൽ വന്നതിലും ഇതുപോലെ പ്രശസ്തരും ചെറുപ്പക്കാരായിട്ട് ഭാവിയുടെ വാഗ്ദാനമാണ് അപൂർവയൊക്കെ. ഇപ്പോഴേ പ്രശസ്തയാണെങ്കിലും ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ ചിലപ്പോൾ ലോകം മുഴുവൻ ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളായിട്ട് ഒരുപക്ഷെ മാറിയേക്കും അപൂർവയൊക്കെ. അതുണ്ടാകട്ടെ. ഷിറാസ് ഉണ്ടോ? ഷിറാസ് യാത്രയിലായിരുന്നു തോന്നുന്നു. മുരളി എന്തെങ്കിലും പറയാനുണ്ടോ? മുരളിയും വർക്കിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം താങ്ക്സ് പറയുകയാണ്. നമ്മുടെ സൂമിൽ വന്നവർക്കും നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് കാണുന്നവർക്കും എല്ലാം.
അപ്പം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഇതുപോലെ വീണ്ടും കാണാം. ഞാൻ ഞങ്ങളുടെ ഇതിനകത്തൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അപൂർവ ഇട്ടേക്കാം. അപ്പോൾ അപൂർവയ്ക്ക് ഇനിയും കാണാം. ആശയം തയ്യാറായിരുന്നുള്ളൂ. ആശ ജോമിസ് നമ്മൾ താമസിയാതെ പിടിവിടുന്നുണ്ട്. ഓക്കെ, ബൈ. Bye. Thank you, everyone. Bye. Thank you. Bye.